Welcome back to another chapter, Chemical Kinetics. JEE Express in the chapter, മറ്റൊരു ചാപ്റ്റർ ആയിട്ട് നേരത്തെ നമ്മൾ ഹാലോൽക്കൈൻസ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഹാലോൽക്കൈൻസ് വലിയ തെറ്റില്ലാതെ പോയി എന്നുള്ള ഒരു ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം, കൈനറ്റിക്സ്. കൈനറ്റിക്സ് പ്യുവർലി അവിടെ കണ്ടത് ഓർഗാനിക് ആയിരുന്നെങ്കിൽ ഇവിടെ നേരെ കാണാൻ പോണത് പക്ക ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്തരത്തിലുള്ള നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും, നല്ല രീതിക്ക് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ചെറിയ ചാപ്റ്ററാണ്, റിലേറ്റീവ്ലി ചെറുതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് നമ്മൾ കാണണമല്ലോ. സോ അപ്പോൾ നേരെ നമ്മൾ പോവാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിൻ്റെ തിയറി പറഞ്ഞു പോവാം. അതിൻ്റെ ഇടയിൽ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തന്നെ, അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്യണേ. അങ്ങനെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അത് ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. അങ്ങനൊരു എയിമാണ് നമുക്കുള്ളത്. സോ വെൽക്കം ബാക്ക് ടു ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. The half-life period of a first-order chemical reaction is 6.93 minutes. The time required for the completion of 90% of chemical reaction will be. എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമുക്ക് നോക്കാം. ലിസൺ കെയർഫുള്ളി. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് റേസ് ടു എൻ. ഇതാണ് റേറ്റ് ലോ അഥവാ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുക. Rate is equal to rate of a reaction is proportional to concentration of reactant raised to n. Then k into that small letter k, that is called a rate constant അഥവാ specific rate. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ അഥവാ റേറ്റ് ഇക്വേഷൻ. മുഴുവൻ എഴുതിയിട്ടില്ല. റേറ്റ് ലോ അഥവാ റേറ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഈ n എന്ന് പറയുന്ന ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അതൊരു എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഫ്രാക്ഷൻ ആകാം, 0 ആകാം. അത് 1 ആയി മാറിയാൽ n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 0 ആണെങ്കിൽ അതിനെ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷൻ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അതാണ് നമുക്ക് ബേസിക്കലി ആദ്യം പറയാനുള്ള കാര്യം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് റേസ് ടു എൻ. ദാറ്റ് ഇക്വേഷൻ ഈസ് നോൺ ആസ് റേറ്റ് ലോ അഥവാ റേറ്റ് ഇക്വേഷൻ. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ദെൻ ആ എന്നിനെ വിളിക്കുന്ന പേരാണ് n എന്ന് പറയുന്ന ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അതൊരു എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. അതൊരു എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. തിയറ്റിക്കലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഉള്ള ആ എന്നിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആദ്യത്തെ കാര്യത്തിലേക്കായി ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100 ഗ്രാം സബ്സ്റ്റൻസ് എടുത്താൽ അത് 50 ഗ്രാം ആകാൻ എടുക്കുന്ന സമയത്തിന് വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം എടുത്താൽ 50 ഗ്രാം ആകാൻ, 5 ഗ്രാം എടുത്താൽ 2.5 ഗ്രാം ആകാൻ, 1 ഗ്രാം എടുത്താൽ 0.5 ഗ്രാം ആകാൻ, എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അത് പകുതിയാകാൻ എടുക്കുന്ന സമയത്തിന് വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ്. അപ്പോൾ ഹാഫ് ലൈഫ് അഥവാ ടി ഹാഫ് അഥവാ ടി 50% കംപ്ലീറ്റ് ആയി. 50 എന്ന് എഴുതിക്കണ 50% കംപ്ലീറ്റ് ആയി എന്നാ. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ ടൈം എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞ ടൈം എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടാമത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ടൈം എന്താണ് ഹാഫ് ലൈഫ് അഥവാ ടി ഹാഫ് എന്ന് പറയുന്നത്. എടുക്കുന്ന ക്വാണ്ടിറ്റി പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ reaction T half is equal to 0.693 divided by K അഥവാ K1. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് K1 എന്ന് എഴുതും. റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ടി ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതാണ് അത് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ സാധാരണ ഇക്വേഷൻ K is equal to 2.303 by T log R0 by R അല്ലെങ്കിൽ A0 by A. Initial quantity
ഡിവൈഡഡ് ബൈ ദ പ്രസൻറ്റ് ക്വാണ്ടിറ്റി ആ റേഷ്യോ എടുക്കുക. ടി എന്ന് പറയുന്ന ടൈം റേറ്റ് കോൺസ്റ്റൻറ്റ് ഈക്വേഷനാണ്. ഈക്വേഷനിൽ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആറാണ്. അത് ഇനീഷ്യൽ ക്വാണ്ടിറ്റി. എന്ന് പറയുന്ന R0 എന്ന് പറയുന്ന ഇനീഷ്യൽ ക്വാണ്ടിറ്റി. എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എത്രയായിട്ട് മാറും? എന്ന് പറയുന്ന ക്വാണ്ടിറ്റി R0/2 ആകുമ്പോൾ എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആകും. ഹാഫ് ലൈഫ് എന്ന് പറയുന്ന R0 എന്ന് പറഞ്ഞത് ഇനീഷ്യൽ ക്വാണ്ടിറ്റി. അതതിൻ്റെ പകുതിയായിട്ട് മാറുക. R0/2 ആകുക. പ്രസൻറ്റ് കോൺസെൻട്രേഷൻ R0/2 ആകുക. അപ്പോഴുള്ളതാണ് ഇനീഷ്യലി പറയണം കേട്ടോ. ഇനീഷ്യലി കുറച്ച് കാര്യം പറയാം. ഫസ്റ്റ് ഓർഡർ എന്താണെന്നൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. അപ്പോൾ എന്ന് പറയുന്നത് R0/2 ആകുമ്പോൾ R0/2 അപ്പോൾ log 2 വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇക്വേഷൻ കിട്ടുക. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഡെറൈവ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ പറയുക. ഇതേപോലെ ഓരോ ക്വസ്റ്റ്യനും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നോക്കി വയ്ക്കുക, കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 6.93. പകുതിയാകാൻ എടുത്ത സമയത്താണ് 6.93 ആണ്. ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് 90% ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിൽ ബി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. 90% ആകാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയിരുന്നോളൂ, വഴി പറഞ്ഞുതരാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് പോകാം. നമുക്ക് തന്നേക്കണ ഡേറ്റ എന്താണ്? ഹാഫിൻ്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് T50 തന്നിട്ടുണ്ട്. T50 എന്ന് പറയുന്ന ഡേറ്റ തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 6.93 മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു 6.93 മിനിറ്റ്. 6.93 മിനിറ്റ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? T90 ആണ് കണ്ടുപിടിക്കേണ്ടത്. T90% ആണ് കണ്ടുപിടിക്കേണ്ടത്. 90% റിയാക്ഷൻ കംപ്ലീറ്റ് ആയാൽ എന്തുമാത്രം ഉണ്ടാകും? ഇതാണ് കണ്ടുപിടിക്കേണ്ട കാര്യം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവർ തമ്മിൽ ഇത് പല രീതിയിൽ ചെയ്യാം. സുഖമായിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T ഹാഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ K കിട്ടും. K ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂ കണ്ടുപിടിക്കാം. അതല്ലാതെ വേറൊരു സൂത്രപ്പണി പറഞ്ഞുതരാം. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ സീക്രട്ടുകൾ, ചെറിയ ചെറിയ പരിപാടികൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. നോക്കൂ, ഈ ഇക്വേഷനിൽ K is equal to 2.303 divided by T log R0/R ആണ്, അല്ലെങ്കിൽ A0/A ആണ്. R0/R അല്ലെങ്കിൽ A0/A ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് T എന്ന് കണ്ടുപിടിച്ച് നോക്കാം. T is equal to T50. നമുക്ക് നോക്കാം. T50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2.303 divided by K. T ഇങ്ങോട്ട് വന്നു, K ഇങ്ങോട്ട് പോയി. ആ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. എത്ര വരിക? T is equal to 2.303 divided by K1 log R0/R എന്ന് കിട്ടും. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോണത്. Kയും Tയും അങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വേറെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. T50 is equal to 2.303 by K log R0. ഇനീഷ്യൽ ക്വാണ്ടിറ്റി നമുക്ക് 100 ആയിട്ട് എടുക്കാം. ഇനീഷ്യൽ ക്വാണ്ടിറ്റി എത്ര ആയിട്ട് എടുക്കാം? 100 ആക്കി എടുക്കാം. 100 മൈനസ് ഇപ്പോൾ ഉള്ള ക്വാണ്ടിറ്റി 100ൽ നിന്ന് എത്ര പെർസെൻറ്റേജ് റിയാക്ട് ചെയ്ത് പോയി? 50% റിയാക്ട് ചെയ്ത് പോയി. അപ്പോൾ 50. അപ്പോൾ നമുക്ക് കിട്ടും 2.303 ഡിവൈഡഡ് ബൈ K1. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് K1 ഇടും. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ K2 എഴുതും. 0 ഓർഡർ ആണെങ്കിൽ K0 എന്ന് എഴുതും. ലോഗ് 100 ഡിവൈഡഡ് ബൈ എത്ര വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ എത്ര വരിക? log 2. അതേപോലെ 90% നോക്കാം. T90% is equal to 2.303 divided by K1 log 100 divided by 100 minus 90. 90% റിയാക്ട് ചെയ്ത് പോയ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ഉള്ള ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടും 2.303 divided by K1 log 100 divided by 100 minus 90 എത്ര കിട്ടുക? 10 കിട്ടും. 100/10 എത്ര കിട്ടും? log 10. log 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടും. ഇപ്പോൾ റിലേഷൻ കിട്ടും. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നമുക്ക് രണ്ട് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. T90 divided by T50. ഇത് ബൈ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ബൈ ഇത് ചെയ്യും. അപ്പോൾ 2.303 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എത്ര വരിക? T90 2.303 ഡിവൈഡഡ് ബൈ K1 log 10. log 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിവൈഡഡ് ബൈ 2.303 ഡിവൈഡഡ് ബൈ K1 log 2. log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.3010. ഇത് ക്യാൻസൽ ആയിപ്പോയി. log 10 1 0.3. ഇതാണ് റിലേഷൻ. 0.3 എന്നുള്ള റിലേഷൻ കിട്ടി.
ഇങ്ങനെ നമുക്ക് ആരുടെ വേണമെങ്കിൽ റിലേഷൻ കണ്ടുപിടിക്കാം. ഞാൻ ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 99 ആയിരുന്നെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കായിരുന്നു. 99 ആയിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇത് തീർന്നിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി T90% ഈസ് ഈക്വൽ ടു T90% ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? T50% ഡിവൈഡഡ് ബൈ 0.3. T50യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്ര നമുക്ക് തന്നിട്ടുണ്ട്? T50യുടെ വാല്യൂ തന്നിട്ടുണ്ട് 6.93 ഡിവൈഡഡ് ബൈ 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.93 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/10. അപ്പോൾ എത്ര വരിക? ഇൻറ്റു 10/3 69.3 ഡിവൈഡഡ് ബൈ 3 23.1 അത്രയും മിനിറ്റ്. ആൻസർ കിട്ടി. ഇതേപോലെ കുറേ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കായിരുന്നു. അതിനേക്കാൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു കൺസെപ്റ്റ് പറഞ്ഞു തന്നത്. ഇതേപോലെ ഏതിൻ്റെയും നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഏതിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനുള്ള ആൻസറായി half-life period for a first order chemical reaction is 6.93. The time required for the completion of reaction 90% of reaction is 23.03. ഇതാണ് ആൻസർ. ഇനി നമുക്ക് വേറെ 90 99 തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു. എന്താ റിലേഷൻ കിട്ടിയത്? ഇവിടെ നമുക്ക് കിട്ടിയ ആദ്യത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ T90 ഡിവൈഡഡ് ബൈ T50 ഈസ് ഈക്വൽ ടു അത്രയ്ക്കും കിട്ടുക ഇറ്റ് ഈസ് 1/0.3 1/0.3 ഇതാണ് കിട്ടുക. നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? ഇനിയിപ്പോൾ വേണമെങ്കിൽ എടുക്കാം. ഇറ്റ് ഈസ് 10/3 3.33 ടൈംസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇത്രയും മതി. ബേസിക്കലി നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും മതി. ഇതേപോലെ വേറെ ഒരു റിലേഷൻ പറയാം. T90യും T99 തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. T99 ഡിവൈഡഡ് ബൈ T90 T99% ഡിവൈഡഡ് ബൈ T90 എത്രയായിരിക്കും കിട്ടുക? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. എത്ര വരിക? T99 നമുക്ക് എഴുതാം 2.303 ഡിവൈഡഡ് ബൈ K1 log 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 99 ഹോൾ ഡിവൈഡഡ് ബൈ 2.303 ഡിവൈഡഡ് ബൈ K1 log T90 വേണം. എത്ര വരിക? 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 90. അപ്പോഴും നമുക്കൊരു പുതിയ റിലേഷൻ കിട്ടും. അങ്ങനെ കുറേ റിലേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 2.303 ബൈ K ക്യാൻസൽ ആയി പൊക്കോളും. അത്ര വരിക? ഈസ് ഈക്വൽ ടു log 100 ബൈ 1. അപ്പോൾ എത്ര വരിക? log 100 ഡിവൈഡഡ് ബൈ log 100 ഡിവൈഡഡ് ബൈ 10 log 10. അപ്പോൾ എത്ര കിട്ടുക? ഈസ് ഈക്വൽ ടു log 100 എന്ന് പറഞ്ഞാൽ 2 ആണ് ഡിവൈഡഡ് ബൈ 1. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടി T99.99% ഡിവൈഡഡ് ബൈ T90 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 2. ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള കുറേ റിലേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡെവലപ്പ് ചെയ്ത് തന്നത്. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലിസൺ കെയർഫുള്ളി. അടുത്ത ക്വസ്റ്റ്യനിലും ഇതേപോലെ കുറച്ച് ഐഡിയ ഡെവലപ്പ് ചെയ്ത് തരാൻ ശ്രമിക്കാം. ലിസൺ കെയർഫുള്ളി, കേട്ടിരിക്കുക. നമുക്ക് നോക്കാം. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ വെൻ ദ ടെമ്പറേച്ചർ ചേഞ്ചസ് ഫ്രം 300 to 310. The activation energy of such a reaction would be. ഇതാണ്. അതായത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റും റേറ്റും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു (e⁻⁻RT). ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് അരീനിയസ് ഇക്വേഷൻ. റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും ആക്ടിവേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷനാണ്. എ ഈസ് ആക്ച്വലി ഫ്രീക്വൻസി ഫാക്ടർ എന്ന് പറയും. അപ്പോൾ അരീനിയസ് ഫാക്ടർ. അപ്പോൾ നമുക്ക് നോക്കാം. K ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു A ഇൻറ്റു (e⁻⁻RT). ഇതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ. ടെമ്പറേച്ചർ കൂടുന്തോറും 10 യൂണിറ്റ് കൂടുന്തോറും റേറ്റ് കോൺസ്റ്റൻറ്റ് 2 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ റേറ്റും ഡബിളായിട്ട് മാറും. ടെമ്പറേച്ചർ മാറുമ്പോൾ റേറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. റേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് റേസ് ടു n. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആരാ കൂടുക? റേറ്റ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആവും. 10 ഡിഗ്രി കൂടുന്തോറും റേറ്റ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആവും. അപ്പോൾ റേറ്റും ഡബിൾ ആവും.
ഇതാണ് നമുക്ക് ബേസിക്കലി നമുക്ക് അറിയേണ്ട ആദ്യത്തെ കാര്യം. സോ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ ആർ കണക്റ്റഡ് ബൈ ദിസ് ഇക്വേഷൻ. റേറ്റ് കോൺസ്റ്റന്റ് കൂടുമ്പോൾ റേറ്റും എന്തായിട്ട് മാറും, അതിനനുസരിച്ച് മാറും എന്നുള്ള ബേസിക് തിയറി നമുക്ക് വേണം. ഇനി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഈ ഇക്വേഷനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ലോഗ് K2 by K1 is equal to EA divided by 2.303 R 1 by T1 minus 1 by T2. ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക. റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ബി ഡബിൾ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ലോഗ 2 റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ ബിക്കോസ് റേറ്റ് കോൺസ്റ്റന്റ് ബിക്കം 2 times ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ റേറ്റ് ഡബിളായി, റേറ്റ് കോൺസ്റ്റന്റ് ഡബിളായി. ഇ എ കണ്ടുപിടിക്കണം. ആക്ടിവേഷൻ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. 2.303 R into 1 by T1 minus 1 by T2. ടെമ്പറേച്ചർ നമ്മൾ നോക്കണം. 1 by 300 minus 1 by 310. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം കേട്ടോ, സിമ്പിളായിട്ട്. ഇറ്റ് ഈസ് EA ഡിവൈഡഡ് ബൈ 2.303 R. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2 എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഓർത്ത് വെച്ചാൽ മതി, എളുപ്പമായിട്ട് നമുക്ക്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ആറാ. ഇനി ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ആറിൻ്റെ വാല്യൂ നമുക്ക് ഏതിലാണ് വേണ്ടേ നോക്കുക. ഏതിലാണ് വേണ്ടേ അതിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് വേണ്ടത് എന്തിലാണ്? ആറിന് പല വാല്യൂസ് ഉണ്ട്. ആറിൻ്റെ വാല്യൂസൊക്കെ ഓർമ്മയുണ്ടോ? ആറിൻ്റെ വാല്യൂസ് ഏതൊക്കെയാ? ആറിൻ്റെ വാല്യൂസ് പറഞ്ഞ് R ഈസ് ഈക്വൽ ടു 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. പിന്നെ എഴുതാവുന്നത് എത്രയാ? 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. പിന്നെ എഴുതാവുന്ന വിലയാണ് 0.083 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ. പിന്നെ എഴുതാവുന്ന വിലയാണ് 1.987 കലോറി പെർ കെൽവിൻ പെർ മോൾ. ഇതിനു വേണ്ടി നമുക്ക് അപ്രോക്സിമേറ്റ്ലി 25/3 ഉപയോഗിക്കാം. ഇതിന് അപ്രോക്സിമേറ്റ്ലി 1/12 ഉപയോഗിക്കാം. ഇത് രണ്ട് കേസിലും. ഇതിന് അപ്രോക്സിമേറ്റ്ലി 2 ഉപയോഗിക്കാം. അപ്രോക്സിമേറ്റ് കാരണം 4 ഓപ്ഷനിൽ നമുക്ക് വാല്യൂ കിട്ടിയാൽ പോരെ. 4 ഓപ്ഷനിൽ നിന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം അടുത്തുള്ള വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി വാല്യൂ ഏകദേശം അടുത്തുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അതിൽ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 60 ആണെങ്കിൽ 59 ഒക്കെ വന്നാലേ കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കിയൊന്നും വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത ആൻസറിലേക്ക് എത്താം. ആറിൻ്റെ വാല്യൂ നമുക്ക് എഴുതണം. എന്തിനാണ് വേണ്ടത്? കിലോ ജൂളിലാണ്. അപ്പോൾ ജൂളിലുള്ള വാല്യൂ വേണം. ജൂളിലുള്ള വാല്യൂ എത്ര വേണ്ടത്? 8.314 ആണ് വേണ്ട വാല്യൂ. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് EA ഈസ് ഈക്വൽ ടു ലോഗ് 2ൻ്റെ വാല്യൂ എത്രയാ? 0.3010. അപ്പോൾ E0 ഈസ് ഈക്വൽ ടു 0.3 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു 8.314 19.14. കുറേ സ്ഥലത്തുണ്ട് 2.303 R എന്ന് പറഞ്ഞത്. ഓർത്ത് വെച്ചോളൂ. 2.303 ഇൻറ്റു 8.314 കുറേ സ്ഥലത്ത് വാല്യൂ ഉണ്ട്, അങ്ങനെ വരാറുണ്ട്. 2.303 R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 6 അത്ര ഒരു 19.14 ജൂൾ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര എഴുതാം? 20 ജൂൾ എന്ന് വേണമെങ്കിൽ എഴുതാം. സോറി. അപ്പോൾ 20 ജൂള്, സ്ക്രീൻ മാറിപ്പോയതാണ്, വേറൊന്നുമല്ല. അപ്പോൾ 20 ജൂളിന് അപ്രോക്സിമേറ്റ്ലി കിട്ടും. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 20 ജൂൾ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കിട്ടുക നോക്കി? 1/300 മൈനസ് 1/310. അപ്പോൾ എത്ര വരിക? 310 ഇങ്ങോട്ട് വരും. 310 മൈനസ് 300 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 310. സോൾവ് ചെയ്ത ആൻസർ ആവും. നമുക്ക് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കാം. എത്ര വരിക? ഈസ് ഈക്വൽ ടു 300 മൈനസ് ഓക്കെ 0.3 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 19.14 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 310. ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. ബാക്കി സോൾവ് ചെയ്താൽ ആൻസറായി. അപ്പോൾ എത്ര കിട്ടുക? EA ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 0.3 ഇൻറ്റു 19.14 ഇൻറ്റു 300 ഇൻറ്റു 31. സോൾവ് ചെയ്താൽ ആൻസറിലേക്ക് എത്തും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക എന്നറിയോ? എത്ര ആൻസർ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു
53.6 കിലോ ജൂൾ എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടുന്ന ജൂളിലാണ്, അത് കിലോ ജൂളിലേക്ക് 0.3 ഇൻറ്റു അപ്രോക്സിമേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എത്രയാ സിമ്പിളായിട്ട് ഇത് കണക്കൂട്ടി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്ര വരിക 0.3 ഇൻറ്റു 20, അപ്പോൾ എത്ര വരിക 6. പിന്നെ എത്ര വരിക ഈസ് ഈക്വൽ ടു 300. 6 3 18 00. പിന്നെയുള്ളത് 31 00 18 54 5 5 8 00. എത്ര കിട്ടുക അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ അടുത്തുള്ള വാല്യൂ കിട്ടും. 55 അടുത്തുള്ള വാല്യൂ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കിട്ടുക 53 പോയിൻറ്റ്. കാരണം അതിനേക്കാൾ ചെറുതാ വരണ്ടേ, കാരണം 19.14 പകരം 20 നമ്മൾ എടുത്തത്. അപ്പോൾ കിട്ടുന്ന വാല്യൂവിനേക്കാൾ ഇത്തിരി താഴെ വേണം. 55 അടുത്ത ഇത് അപ്രോക്സിമേറ്റ് 0.3 ഇൻറ്റു 20 ഇൻറ്റു 300 ഇൻറ്റു 31 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഏകദേശം 55 54 55 റേഞ്ച് കിട്ടും. അതിനേക്കാൾ ചെറിയ വാല്യൂ എത്രയെന്ന് പറയുന്ന ഏതാ ഓപ്ഷൻ 1. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സോൾവ് ചെയ്യണം. 2-3 കാര്യങ്ങൾ. ഒന്ന്, ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ അരീനിയസ് ഇക്വേഷൻ. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അവിടെ ചെറിയ സൂത്രപ്പണികളാണ് പറഞ്ഞത്. 6ൻ്റെ കഥ പറഞ്ഞു, 2.3 6ൻ്റെ കഥ പറഞ്ഞു. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്രോക്സിമേറ്റ് ആൻസറിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഫോർ എ നോൺ സ്റ്റോയിഷ്യോമെട്രിക് റിയാക്ഷൻ 2A plus B gives C plus D. Following kinetics were obtained in 3 separate experiments at 298 Kelvin. A plus B, എയും ബിയും ഇനീഷ്യൽ എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് കണ്ടുപിടിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2014 ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇയറൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നമുക്ക് കഥയിലേക്ക് നമുക്ക് പോകാം. എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് എല്ലാത്തിൻ്റെയും സൈഡിൽ ഇയർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇയർ എന്ന് ചോദിച്ചാന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതൊരു സൂത്രപ്പണിയുണ്ട്, കേട്ടിരിക്കണം. ചിന്തിക്കാൻ ഒത്തിരി ഇല്ല, പക്ഷേ മനസ്സിലാക്കാൻ കുറച്ച് കാര്യമുണ്ട്. നോക്കാം. നമുക്കിവിടെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അതാണ് ആദ്യത്തെ കാര്യം. ഇവിടെ റിയാക്റ്റൻ്റ് ആരൊക്കെയാണ്? എയും ബിയും. റേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആരൊക്കെയാണ്? എയും ഉണ്ട്, അതിന് ഏതോ ഒരു പവർ എക്സ് അറിയില്ല, ഏതോ ഒരു സാധനം ബി, അതിന് പവർ വൈ. എയും ഉണ്ട് ബിയും ഉണ്ട്. എ റേസ് ടു എക്സ്, ബി റേസ് ടു വൈ. എക്സും വൈയും എത്രയാണെന്ന് കണ്ടുപിടിക്കലാണ് ഇപ്പോൾ നമ്മുടെ പരിപാടി. അപ്പോൾ ഇനി അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നോക്കിയിരിക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം കേട്ടോ, ഇതിൻ്റെ മുകളിൽ എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ റിയാക്ഷൻ തന്നാൽ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കേണ്ടി വരാറുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു d/dt ഓഫ് എ, എമൗണ്ട് ഓഫ് എ. അത് കോൺസെൻട്രേഷൻ ആണ് യൂഷ്വലി പറയുക, അതിപ്പോൾ നമ്പർ ഓഫ് മോൾസ് ആയാലും എമൗണ്ട് ഓഫ് എ വച്ചിട്ട് എഴുതാം. റിയാക്റ്റൻ്റ് കുറയാണ്, അതുകൊണ്ട് മൈനസ് ഇട്ടു. കോഎഫിഷ്യൻ്റ് 2 ആണ്, അതുകൊണ്ട് 1/2 ഇട്ടു. ഇനി എന്തായിരിക്കാം? -d/dt ഓഫ് എന്തായിരിക്കാം? ബി ഈസ് ഈക്വൽ ടു പ്ലസ് പ്രൊഡക്റ്റ് കൂടുകയാണ്, അതുകൊണ്ട് പ്ലസ് d/dt ഓഫ് എന്തായിരിക്കാം? സി. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് പറയാം കേട്ടോ. ഈസ് ഈക്വൽ ടു d/dt ഓഫ് എന്തായിരിക്കാം? ഡി. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈമാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ, അതിനാണ് റേറ്റ് എന്ന് പറയുക. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ ടൈം. അതിനെടുക്കുന്ന ടൈം. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്തുമാത്രം റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ എന്തുമാത്രം പ്രൊഡക്റ്റ് ഉണ്ടായി, അതിനെടുത്ത സമയം, അത് മൊത്തത്തിൽ ഒരു ആവറേജ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയും.
ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലാണെങ്കിൽ അത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയും. ഇങ്ങനെയാണ് റേറ്റിനെ കുറിച്ചുള്ള കഥ. അപ്പോൾ നമുക്ക് നോക്കാം റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് മറ്റൊരു റിയാക്ഷൻ എഴുതി നോക്കാം. N2 + 3H2 gives 2NH3. വേറൊരു റിയാക്ഷൻ എഴുതാം. N2 + 3H2 gives 2NH3. ഇവിടെ റേറ്റ് എഴുതുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളണം, റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് എന്തായിരിക്കാം N2 നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു -1/3. എന്തിനാ മൈനസ് ഇട്ട്? റിയാക്ടിൻ്റെ എമൗണ്ട് കുറയാണ്, അതുകൊണ്ടാണ് മൈനസ് ഇട്ട്. -1/3 ഇൻറ്റു d/dt ഓഫ് എന്തായിരിക്കാം d/dt ഓഫ് H2 is equal to +1/2 ഇൻറ്റു d/dt ഓഫ് എന്തായിരിക്കാം NH3. ഇങ്ങനെയാണ് റേറ്റ് എഴുതുക. ഓരോന്നിൻ്റെയും റേറ്റ് എഴുതാൻ ഇക്വേഷൻ കിട്ടിയ റേറ്റ് എഴുതാൻ പഠിച്ചു വെച്ചേക്കണം. ഇനി നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു പോകാം. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കഥയിലേക്ക്. അതെങ്ങനെയാണ് റേറ്റ് എന്നുള്ളത് ഞാൻ കഥ എൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ച ഇങ്ങനെ തിയറി പറഞ്ഞു പോകാം കേട്ടോ. അങ്ങനെ തിയറി പറഞ്ഞു പോയാൽ കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മെമ്മറി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A⁻X B⁻Y. ഇങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ എഴുതുക. നമുക്ക് ആദ്യത്തെ ഇനീഷ്യൽ റേറ്റ് ആദ്യത്തെ കേസ് നോക്കാം. ഇറ്റ് ഈസ് 1.2 ആണ്. ഇനീഷ്യൽ റേറ്റ് ഓഫ് A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇറ്റ് ഈസ് ഇതും സെയിമാ, ഇതൊരു വാല്യൂ ഉണ്ട്, വേറൊരു സെറ്റ് ഓഫ് വാല്യൂ ഉണ്ട്. ഇതാണ് ഇനീഷ്യൽ എമൗണ്ട് എടുത്ത്, ഇത് വേറൊരു ഇനീഷ്യൽ എമൗണ്ട് എടുത്തു. അങ്ങനെ ഇനീഷ്യൽ റേറ്റുകൾ തന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ പവർ കണ്ടുപിടിക്കണം. ഇതിലേതാ പവർ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടുത്തെ റേറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. റേറ്റിൻ്റെ ഇക്വേഷൻ എന്താ എഴുതി വെച്ചാൽ റേറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു d/dt ഓഫ് എന്തായിരിക്കാം A മൈനസ് d/dt ഓഫ് B. നമുക്ക് d/dt ഓഫ് C ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് C ആണ് എല്ലാ ക്വസ്റ്റ്യനും കൊടുത്തത്. അപ്പോൾ റേറ്റിൻ്റെ വാല്യൂ നമുക്കത് കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും? ഇറ്റ് ഈസ് d/dt ഓഫ് എന്തായിരിക്കും C. അല്ലെങ്കിൽ എന്തായിരിക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ടൈം, ഏത് ടൈം ആണെങ്കിലും നമുക്ക് എഴുതാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം റേറ്റാണ്, ഇതും റേറ്റാണ്. രണ്ട് രീതിയിൽ എഴുതിയേക്കണം. ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഇങ്ങനെ, റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പം കിട്ടിയത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് കേട്ടോ നമ്മൾ നടത്തണേ. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ലിസൺ കെയർഫുള്ളി കേട്ടിരിക്കുക. റേറ്റ് നമുക്ക് രണ്ട് പേരെ കമ്പയർ ചെയ്യണം. ആദ്യം ഇത് രണ്ടും കമ്പയർ ചെയ്യാം. കേട്ടിരുന്നോളൂ കേട്ടോ, പറയണത് കേട്ടിരുന്നോളാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പറയണത് കേട്ടിരുന്നോ? ഇത് രണ്ടും സെയിമാ. അതായത് എയുടെ എമൗണ്ട് സെയിം ആയിട്ട് നിന്നു, അതായത് 1 ടൈംസ് ആയി. ബിയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയി? 2 ടൈംസ് ആയി. അപ്പോൾ ബിയുടെ എമൗണ്ട് എത്രയായി? 2 ടൈംസ് ആയി. ബിയുടെ എമൗണ്ട് 0.1 നിന്ന് 0.2 ആയിട്ട് മാറി, 2 ടൈംസ് ആയി. അപ്പോൾ 1 ടൈമായി 1/x, 2 ടൈമായി 2/y. റേറ്റ് എന്ത് മാത്രമായി? റേറ്റിന് നോ ചേഞ്ച്, 1. അപ്പോൾ ഉറപ്പായിട്ടും 1/2 ഏതോ ഒരു ടൈം, 1/2 ഏത് ടൈം ആണെങ്കിലും അത് നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. 1 വച്ചിട്ടുള്ളത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. 2 സംതിങ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ y എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? y ഈസ് ഈക്വൽ ടു എത്ര വരിക? 0. y ഈസ് ഈക്വൽ ടു എത്ര വരിക? 0. y ഈസ് ഈക്വൽ ടു എന്താ വരിക? 0. y ഈസ് ഈക്വൽ ടു 0 വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കി, 0.1 ഉള്ളത് 0.2 ആയിട്ട് മാറി, 0.1 ഉള്ളത് 0.1 ആയിട്ട് മാറി. അപ്പോൾ എയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയിട്ട് മാറി? അടുത്ത കേസാണ് നമ്മൾ നോക്കണം കേട്ടോ. രണ്ടാമത്തെ കേസ്. ആദ്യം 1ഉം 2ഉം കമ്പയർ ചെയ്തപ്പോൾ കിട്ടി. അടുത്ത നമ്മൾ കമ്പയർ ചെയ്യാൻ പോണത് ഇറ്റ് ഈസ് 1ഉം 3ഉം കമ്പയർ ചെയ്യാൻ പോവാം. 1ഉം 3ഉം കമ്പയർ ചെയ്യാൻ പോയപ്പോൾ എന്തായിട്ട് മാറി? എയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയിട്ട് മാറി നോക്കിക്കോളൂ. എയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയിട്ട് മാറി? എന്ത് മാത്രമാണ് ചേഞ്ച് ആയത്? എയുടെ എമൗണ്ട് 2 ടൈംസ് ആയിട്ട് മാറി. ബിയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയിട്ട് നോക്കുക, അതിന് നേരെ താഴേക്കാണ്. ബിയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയിട്ട് മാറി? ഇറ്റ് ഈസ് ഒരേപോലെ തന്നെ നിന്നു, 1 ആയിട്ട് മാറി. അപ്പോൾ raised to x raised to y. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് റേറ്റ് എത്ര ടൈംസ് ആയി നോക്കി. റേറ്റ് ഇവിടെ ഡബിളായി, ഇവിടെ ഒരേപോലെ നിന്നു, അതായത് 2x ആണ് പവർ, 1/y. ഇത് എത്ര ടൈംസ് ആയി? 2 ടൈംസ് ആയിട്ട് മാറി. 1 വെച്ചിട്ടുള്ളത് നമ്മൾ മൈൻറ്റെയിൻ ചെയ്യേണ്ട. 2x ഈസ് ഈക്വൽ ടു എത്രയാണ്? 2. അപ്പോൾ x ഈസ് ഈക്വൽ ടു എത്ര വരിക? 1. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ എത്ര കിട്ടിയേ? 0 വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടിയേ? 1 കിട്ടി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി d/dt ഓഫ് എന്തായിരിക്കാം? C ഈസ് ഈക്വൽ ടു
rate is equal to k into a raised to 1 b raised to 0. a raised to 1 ഉള്ളൂ, b raised to 0 എഴുതണ്ട. b raised to anything raised to 0 is equal to 1. നമ്മൾ ബോധർ ചെയ്യണ്ട. ഇതാണ് ആൻസർ. d by dt of c is equal to k into a raised to 1 അഥവാ k into a. രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് ഡീൽ ചെയ്യുക. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ഒരേപോലത്തെ ഉള്ളത് കമ്പയർ ചെയ്യുക, അതിനെ ബൈൻഡ് ചെയ്യണ്ട. ബാക്കി ഡബിൾ ആവണത് എന്ത് ചെയ്യുക നോക്കുക, അതിനനുസരിച്ച് റേറ്റും ദൂരം മാറണം നോക്കുക. അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരെ ആൻസറിലേക്ക് എത്തും. ഇതൊന്ന് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇനിയും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അന്നേരം വീണ്ടും നോക്കാം. അതെ വീണ്ടും വന്നു അതേപോലത്തെ ക്വസ്റ്റ്യൻ. നോക്കിയിരുന്നോ, ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കാം. ഫോർ എ റിയാക്ഷൻ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. For a reaction 2a plus b gives product when the concentration of, അപ്പോൾ നമുക്ക് എഴുതാം rate is equal to a constant into concentration of a raised to x concentration of b raised to y. ഇതേ കൺസെപ്റ്റ് വീണ്ടും അപ്ലൈ ചെയ്യുക, വേഗം കണ്ടുപിടിക്കാൻ നോക്കുക ആൻസറിലേക്ക്. നോക്കി, ഇതേ കൺസെപ്റ്റ് ആട്ടോ, വേറൊരു രീതി ചെയ്തേക്കണമെന്ന് മാത്രം. ഇതിലേതാ ശരിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പടപടയെന്ന് എഴുതി. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. എക്സും വൈയും കണ്ടുപിടിക്കാം നോക്കാം. വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി വെയർ ഡബിൾ, എയുടെ എമൗണ്ട് ഡബിളായി, ബിയുടെ എമൗണ്ട് ഡബിളായി, 2 റേസ് ടു എക്സ് ആയി, 2 റേസ് ടു വൈ ആയി. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് ഫ്രം 0.3 to 2.4. എത്ര ടൈംസ് ആയിട്ടാണ് മാറിയത്? 8 ടൈംസ് ആയിട്ടാണ് മാറിയത്. 8 ടൈംസ് ആയിട്ടാണ് മാറിയത്. അപ്പോൾ നമുക്ക് എക്സും വൈയും അറിയാൻ പറ്റില്ല, കാരണം ഇത് ഒരെണ്ണം 1 റേസ് ടു ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. നേരത്തെ ചെയ്ത മതി, ഒരെണ്ണം 1 റേസ് ടു ആയിരുന്നെങ്കിൽ അത് വെട്ടിക്കളഞ്ഞാൽ മറ്റേ വെച്ചിട്ട് സുഖമായിട്ട് കമ്പയർ ചെയ്യായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം 1 ആയിരുന്നെങ്കിൽ നമുക്ക് എത്രയായിരുന്നു, 2 റേസ് ടു 3 ഈസ് ഈക്വൽ ടു 8 നമുക്ക് ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ രണ്ടും തന്നിട്ടുണ്ട്, കഷ്ടപ്പാടായി പോയി. നമുക്ക് വീണ്ടും അടുത്ത് നോക്കാം. ഇതേ കഥ തന്നെ നമുക്ക് വീണ്ടും ഇനിയും കാണും ഡേറ്റ, ഇനിയും സോൾവ് ചെയ്യാൻ. ഇത് തന്നെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതേ ഡേറ്റ വീണ്ടും കാണും, വേറൊരു ഡേറ്റ കാണും. വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ അലോൺ ഈസ് ഡബിൾ, എ ഡബിളായി മാറി. റേറ്റ് ഇൻക്രീസസ് ഫ്രം 0.3 to 0.6. ബിയുടെ എമൗണ്ട് മാറിയിട്ടില്ല എന്നാണ് മീനിങ്. 1 റേസ് ടു വൈ മാത്രം ഡബിളാക്കി. അപ്പോൾ എത്രയായിട്ട് മാറി? 0.3 to 0.6 ആയി. അപ്പോൾ റേറ്റ് എത്ര ടൈംസ് ആയി? 2 ടൈംസ് ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 1. കാരണം ഇത് മൈൻഡ് ചെയ്യണ്ട. 2 റേസ് ടു സം എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 1. സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 1. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെത്രയായിരിക്കും? 8 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 റേസ് ടു വൈ. അപ്പോൾ എത്ര കിട്ടുക? 8 ഈസ് ഈക്വൽ ടു 8 2 റേസ് ടു വൈ. ഇത് 1 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 2 8 കൂടെ ക്യാൻസൽ ആയി. അപ്പോൾ എത്ര വരിക? 4. 4 ഈസ് ഈക്വൽ ടു 2 റേസ് ടു വൈ. വൈ ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 2. സോ അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1. ബി റേസ് ടു എത്രയ്ക്കാം? 2. വൈയുടെ വാല്യൂ. ഇതാണ് നമ്മുടെ റേറ്റ് ഇക്വേഷൻ. ഇപ്പോൾ പിടി കിട്ടിയോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണേ, ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നും എങ്ങനെ മാറണോ, എത്ര ടൈംസ് മാറണോ എന്നുള്ളത് നോക്കി പോവുക. അതിനനുസരിച്ച് റേറ്റ് എത്ര പ്രാവശ്യം മാറണോ നോക്കുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ഇട്ട് കൊടുത്ത് നോക്കുക. പവർ സോൾവ് ചെയ്തെടുത്താൽ മതി. റേഷ്യോ എടുക്കാനൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുക. റേഷ്യോ എടുത്ത് ഒക്കെ കണ്ടുപിടിക്കണം. അതേ കൺസെപ്റ്റ് തന്നെ, നമ്മളൊന്ന് എളുപ്പത്തിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് എല്ലാം സെയിമാണ്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 1 ബി റേസ് ടു 2. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ, ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് 2 അല്ല. എ വിത്ത് റെസ്പെക്ട് ടു എത്രയാണ്? 1 ആണ്. അപ്പോൾ അതല്ല, തെറ്റാണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് 1 അല്ല. ബി എത്രയാണ്? 2 ആണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് 2. അപ്പോൾ അത് ശരിയാണ്. കറക്റ്റ് അല്ലേ ചോദിച്ചേക്കണേ? കറക്റ്റ് എന്നാ ചോദിച്ചേക്കണേ കേട്ടോ. അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊക്കെ. കറക്റ്റ് ചോദിച്ചാൽ ഇൻകറക്റ്റ് എഴുതും, ഇൻകറക്റ്റ് ചോദിച്ചാൽ കറക്റ്റ് എഴുതും. അങ്ങനെയൊക്കെ അബദ്ധം പറ്റരുത് കേട്ടോ. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ഇൻകറക്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. നോട്ട് ഇൻകറക്റ്റ്. അപ്പോൾ കറക്റ്റ് ഏതാന്നാ മര്യാദയ്ക്ക് ചോദിച്ചാലും മതി, വെറുതെ ആളെ ചുറ്റിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇനി ടോട്ടൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ടോട്ടൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനെയും സമ്മ 1 + 2 ഈസ് ഈക്വൽ എത്ര വരിക? 3.
ടോട്ടൽ ഓർഡർ 4 അല്ല 3 ആ. അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്ത് മാത്രമേ ഉള്ളൂ 3 മാത്രം. പിടി കിട്ടിയോ? ഇങ്ങനത്തെയാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ആവണം. ചെയ്ത് ഫെമിലിയർ ആകുക എന്നുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ, വേറൊരു മാർഗ്ഗവുമില്ല. ചെയ്ത് ഫെമിലിയർ ആയാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇങ്ങനെയുള്ള കഥകൾ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഡേഞ്ചറസാണ്, സൂക്ഷിച്ച് നോക്കുക. ഡീകമ്പോസിഷൻ ഓഫ് എക്സ് എക്സിബിറ്റ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് 0.05 mu per year. എമൗണ്ട് പെർ ഇയർ ആണ് കൊടുത്തത്, അത്രയും ഗ്രാം പെർ ഇയർ ആണ്. ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ബി റിക്വയർഡ് ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് 5 mu to 2.5 mu gram. മ്യൂ എന്ന് പറഞ്ഞാൽ മൈക്രോഗ്രാമാണ്. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എല്ലാം മ്യൂ തന്നെയാണ് കൊടുത്തത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതെന്ത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ആദ്യം അറിയണം. റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് തപ്പുക. റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് ഇനിയിപ്പോൾ നമുക്ക് നേരെ പഴയ ഇക്വേഷനിലേക്ക് പോകാം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് റേസ് ടു N. നമുക്ക് റേറ്റിൻ്റെ യൂണിറ്റ് നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് മോൾ പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ടൈം, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ എമൗണ്ട് പെർ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ എമൗണ്ടാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നതാണ് എന്തിൻ്റെ യൂണിറ്റ്? റേറ്റിൻ്റെ യൂണിറ്റ്. യൂഷ്വലി മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ മോളാരിറ്റി, മോളാർ പെർ സെക്കൻഡ് ഒക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എമൗണ്ട് പെർ ടൈം, അത്ര ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്ന് സോൾവ് ചെയ്യാം. റിയാക്ടൻ്റ് റേസ് ടു N എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് നമുക്ക് നോക്കാം മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ. റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ റേസ് ടു N. അപ്പോൾ ഇത് റേസ് ടു 1 ആണ്. അപ്പോൾ 1 ഉണ്ട്, ഇവിടുന്ന് താഴെ നിന്ന് N വരും. അപ്പോൾ എന്താ വരിക? മോൾ പെർ ലിറ്റർ ദ ഹോൾ റേസ് ടു 1 മൈനസ് N, സെക്കൻഡ് റേസ് ടു -1, സെക്കൻഡ് റേസ് ടു മൈനസ്. അല്ലെങ്കിൽ എമൗണ്ട് റേസ് ടു എന്തായിരിക്കാം? 1 മൈനസ് N ഡിവൈഡ് ബൈ സെക്കൻഡ്. അതാണ് അതിൻ്റെ മീനിങ്. ഇനിയിപ്പോൾ മോൾ പെർ ലിറ്റർ വരെ മൊളാരിറ്റി റേസ് ടു 1 മൈനസ് N, സെക്കൻഡ് റേസ് ടു -1. എമൗണ്ട് റേസ് ടു സംതിങ് ഡിവൈഡ് ബൈ സെക്കൻഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, മിനിറ്റോ അവരൊക്കെ ആവാട്ടോ. ഞാനിപ്പോൾ സെക്കൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് മീനിങ് ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? എമൗണ്ട് റേസ് ടു എത്രയ്ക്കാം? 1 മൈനസ് N, സെക്കൻഡ് റേസ് ടു -1. ഇവിടെ ഉണ്ട്, ഇവിടുത്തെ യൂണിറ്റ് നോക്കാം. എമൗണ്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കാം? എമൗണ്ട് ഇയർ റേസ് ടു -1, എമൗണ്ട് ഇയർ റേസ് ടു -1. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഡേറ്റ. എമൗണ്ടിന് എത്രയ്ക്കും? ഇയർ റേസ് ടു 1 എന്തായിരിക്കും? എമൗണ്ട് റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N എത്രയാവാം? N എത്രയാ? 0. നോക്കിയേ, ഇവിടുത്തെ യൂണിറ്റ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 1 മൈനസ് N ഇവിടെ കിട്ടിയിരിക്കണ 1. അപ്പോൾ 1 മൈനസ് N ഈസ് ഈക്വൽ ടു 1 1. അപ്പോൾ N ഈസ് ഈക്വൽ ടു എത്രയാണ്? 0 ഓർഡർ റിയാക്ഷനാണ്. ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അത്ര എളുപ്പമല്ല കേട്ടോ, പറഞ്ഞ കേൾക്കുക. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു R റേസ് ടു N. റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിൻ്റെ യൂണിറ്റ് ഓൾവേസ് ഇത് തന്നെയാണ്, യൂണിറ്റ് തന്നെയാണ്. റേറ്റിൻ്റെ യൂണിറ്റ് എപ്പോഴും ഇത് തന്നെയാണ്. റേറ്റ് മാറും, റേറ്റ് സമയത്തിനനുസരിച്ച് മാറും, പക്ഷേ റേറ്റിൻ്റെ യൂണിറ്റ് മാറില്ല. റേറ്റ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, റിയാക്ടൻ്റ്, പ്രൊഡക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഡിവൈഡ് ബൈ ദ ടൈം ടേക്കൺ. ടൈമിന് സെക്കൻഡാണ് ഞാൻ എടുത്ത്, മിനിറ്റോ അവറൊക്കെ എടുക്കാം, ഏത് വേണേലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എമൗണ്ട് ഡിവൈഡ് ബൈ എന്തായിരിക്കാം? ഇറ്റ് ഈസ് ടൈം. ഇനി എമൗണ്ട് ഡിവൈഡ് ബൈ ടൈം ഡിവൈഡ് ബൈ എന്തായിരിക്കും? ഓർഡറിനനുസരിച്ച് പല ഓർഡർ ഉണ്ടാവും. N എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് റേസ് ടു N, അതായത് എമൗണ്ടിന് നമ്മൾ എടുത്തേക്കണത് എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ, മൊളാരിറ്റി. അപ്പോൾ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയത് ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പെർ ഇയർ എന്നാണ് നിൽക്കണേ. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റിയെ പറ്റി പറയണത് 1 മൈനസ് N. 1 മൈനസ് N ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പവർ 1. അപ്പോൾ 1 മൈനസ് N ഈസ് ഈക്വൽ ടു 1, N ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ മോൾ പെർ ലിറ്റർ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു, നിങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു തന്നെ. അതിന് വരും ക്വസ്റ്റ്യൻ, അന്നേരം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 0 ഓർഡർ ആണെന്ന് പിടി കിട്ടി. ഇനി 0 ഓർഡർ റിയാക്ഷനിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം.
തലയിട്ട് നോക്കാം. നമുക്ക് സീറോ ഓർഡർ റിയാക്ഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കുറച്ച് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ നേരെ പറഞ്ഞായിരുന്നു. അതെങ്ങനെയാണ് വന്നേന്നുള്ള കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ലിസൺ കെയർഫുള്ളി. ഞാനൊന്നും മാച്ച് കളയില്ല കേട്ടോ, എല്ലാം ഇതിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ തന്നെ പേടിക്കണ്ട. ഞാനിങ്ങനെ കുറേശ്ശെ തിയറി പറയാം, ഇല്ലെങ്കിലേ മൊത്തം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ ബോറടിച്ചാവും, അതെനിക്കറിയാം. അപ്പോൾ കുറേശ്ശെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ കഴിക്കും, കുറച്ചൊക്കെ അതിലേലും പോവും. ഓക്കെ ഫൈൻ, ഈവൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു റിയാക്ഷൻ എ എന്ന് പറഞ്ഞ റിയാക്ടൻ്റ്, എ ഗീസ് പ്രൊഡക്റ്റ്, റേറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കാം, മൈനസ് d/dt ഓഫ് എ ഈസ് ഈക്വൽ ടു K0, കാരണം ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡർ റിയാക്ഷനാണ്, അതുകൊണ്ട് K0 ഇൻറ്റു എ റേസ് ടു 0. എ റേസ് ടു 0 ആവുകൊണ്ട് നെവർ ബോദർ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇക്വേഷൻ എഴുതി. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് എ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടർ ഡിവൈഡ് ബൈ ടൈം. പ്രൊഡക്റ്റ് ഞാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് എഴുതാത്ത. ഫസ്റ്റ് റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കാം, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടർ റേസ് ടു 0, സീറോ ഓർഡർ ആയിരുന്നു. ഇത് നമ്മൾ എ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇറ്റ് ഈസ് 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് dA/dt ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക, K0. ഈ dt അങ്ങോട്ട് കൊണ്ടുപോവുക. മൈനസ് dA ഈസ് ഈക്വൽ ടു K0 ഇൻറ്റു dt. ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിനാ കിട്ടുന്ന ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ dA. ഇൻ്റഗ്രൽ dA എന്ന് പറഞ്ഞാൽ എ ആണ്, ഈസ് ഈക്വൽ ടു K0 ഇൻറ്റു ഇൻ്റഗ്രൽ dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ്, പ്ലസ് എത്രയും കിട്ടുക കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഈ സി കണ്ടുപിടിക്കണം. വെൻ ടി ഈസ് ഈക്വൽ ടു 0 ഇനീഷ്യൽ ടൈം, വെൻ ടി ഈസ് ഈക്വൽ ടു 0 ഇനീഷ്യൽ ടൈം ആകുമ്പോൾ, ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ഇറ്റ് ഈസ് എ എന്ന് പറഞ്ഞാൽ A0 ആയിട്ട് മാറും. എ ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, A0 ആയിട്ട് മാറും. എ ഈക്വൽ ടു A0 ആയിട്ട് മാറും. അപ്പോൾ മൈനസ് A0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുന്നത്, K0 ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി മൈനസ് A0 എന്ന് കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ കിട്ടുകയാണ്. എന്താ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ, മൈനസ് എ ഈസ് ഈക്വൽ ടു K0t മൈനസ് A0. A0 ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഏത് ഫോമിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാം. A0 മൈനസ് എ ഈസ് ഈക്വൽ ടു K0t. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഇതിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാം കേട്ടോ. when t is equal to half, when t is equal to t half, a എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, a is equal to A0യുടെ എമൗണ്ട് ഡിവൈഡ് ബൈ 2, A0/2. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കാം, A0 മൈനസ് A0/2, ഒരു വാല്യൂ മൈനസ് അതിൻ്റെ പകുതി, ഈസ് ഈക്വൽ ടു K0 ഇൻറ്റു ടി ഹാഫ് അഥവാ T50. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. A0 മൈനസ് A0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0/2. എക്സിൽ നിന്ന് x/2 പോയി കഴിഞ്ഞാൽ ബാക്കി x/2 അല്ലേ ഉള്ളൂ. അപ്പോൾ ഈസ് ഈക്വൽ ടു K0 ഇൻറ്റു ടി ഹാഫ്. അപ്പോൾ ടി ഹാഫ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക, ടി ഹാഫ് ഈസ് ഈക്വൽ ടു A0/2 K0. ടി ഹാഫ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കാം, ഇനീഷ്യൽ ക്വാണ്ടിറ്റി എന്നൊക്കെ നമുക്ക് റിലേഷൻ കിട്ടും. ഇങ്ങനെ സീറോ ഓർഡറിൻ്റെ ഡിറൈവ് ചെയ്തു, ഇതേപോലെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഡിറൈവ് ചെയ്യാം, ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ദെൻ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇത് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് പിടികിട്ടി, അത് മാത്രം ആകെ പിടികിട്ടിയ. നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഈ ഇക്വേഷനിൽ നമുക്കിതിനെ സോൾവ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചോ. എന്തായിരിക്കും കിട്ടുന്ന ഇക്വേഷൻ, A0 മൈനസ് എ ഈസ് ഈക്വൽ ടു K0t. അതാണ് ഇക്വേഷൻ. സോൾവ് ചെയ്യാൻ വേണ്ട ഇക്വേഷൻ അതാണ്. നമുക്ക് വേണ്ട ഇക്വേഷൻ A0 മൈനസ് എ ഈസ് ഈക്വൽ ടു K0t. റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കണേ, ഇനീഷ്യൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അതിനെടുക്കുന്ന സമയമാണ് നമ്മൾ ചോദിച്ചത്. ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ടേക്ക് എന്നാണ് വെച്ചത്. അപ്പോൾ A0 5 മില്ലിഗ്രാം, എല്ലാ മില്ലി അല്ല മൈക്രോ, എല്ലാ മൈക്രോഗ്രാം ആയാലും കുഴപ്പമില്ല. 5 മൈനസ് എന്തായിരിക്കാം, ഇറ്റ് ഈസ് A0 ഇപ്പോൾ ഉള്ള എമൗണ്ട്, ഇതാണ് A0. എ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള എമൗണ്ട് മൈനസ് എത്രയ്ക്കാം 2.5 ഈസ് ഈക്വൽ ടു K0. K0യുടെ വാല്യൂ എത്ര നിങ്ങളുടെ 0.05 ഇൻറ്റു ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ഇക്വേഷൻ അറിയാമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കേസുള്ളൂ.
അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയാൽ ഈസ് ഈക്വൽ ടു നോക്കിക്കോളൂ. ഇത് നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ മതി. 5 - 2.5 2.5 is equal to 0.05 t. T is equal to 2.5 divided by 0.05. മുകളിൽ താഴെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 250/5 എന്ന് കിട്ടും. is equal to 50 is a correct answer. 50 is a correct answer. സിമ്പിൾ ആയിട്ടുള്ള കേസാണ്, ചെയ്താൽ കിട്ടും. ഇതൊക്കെ ഇക്വേഷൻസ് അറിയണം. ഒന്നില്ലേ ഓൺ സ്പോട്ടിൽ ഡിറൈവ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. നമുക്ക് ചെയ്യാൻ അറിയണം. ഇക്വേഷൻസ് അറിഞ്ഞാൽ ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വേഗം ചെയ്തു പോകാൻ പറ്റും. അപ്പോഴേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കിയാണ്. ഫോർ എ റിയാക്ഷൻ കൺസിഡർ ദ പ്ലോട്ട് ഓഫ് ln k versus 1/t in a given figure. The rate constant of reaction is 400 at 400 Kelvin. Rate constant of this reaction at 400 Kelvin is 10⁻⁻⁵. Then the rate constant at 500 Kelvin is. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ, അതേ ഇക്വേഷനിൽ തന്നെ നമ്മൾ സർക്കസ് കാണിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ലിസൺ കെയർഫുള്ളി. ലോഗ് K2/K1 is equal to 2.303 EA divided by 2.303 R 1/T1 minus 1/T2. ഇങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ എഴുതി നോക്കി. നേരത്തെ നമ്മൾ ഇക്വേഷൻ എഴുതിയായിരുന്നു. ഏതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ, ഈ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. സെയിം ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെയും സോൾവ് ചെയ്യുന്നത്. ഇതേ ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എ വൃത്തിയായില്ലേ? എ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണേ. നമുക്കിവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ലോൺ കെ വേഴ്സസ് 1/t. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനില്ലേ, കെ ഈസ് ഈക്വൽ ടു. ഇനി ഈ ലോൺ എന്ന് പറഞ്ഞാൽ ln എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഈ 2.303 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2.303 log K2/K1 is equal to EA divided by 2.303. 2.303 വേണ്ട, 2.303 ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അപ്പോൾ എത്ര കിട്ടുക? R 1/T1 minus 1/T2. ഈ 2.303 കളഞ്ഞാൽ അത് ലോണായിട്ട് മാറും. ln K2/K1 is equal to EA divided by R 1/T1 minus 1/T2 എന്ന് ഇക്വേഷൻ എഴുതാം. ഒരേ ഇക്വേഷൻ തന്നെ രണ്ട് ഫോമിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇനി നമ്മൾ പറയാൻ വന്നത് K is equal to A into e power minus CA/RT. രണ്ട് സൈഡിലും ലോഗ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? ln K is equal to ln A മൈനസ് ln ഇത് മൊത്തത്തിലാണ് വരിക. ln K is equal to ln A into e power minus CA/RT. log x into y എന്ന് പറഞ്ഞാൽ log x പ്ലസ് log y ആണ്. ഈ ln e raised to minus EA/RT എന്ന് പറഞ്ഞാൽ EA/RT ഉള്ളൂ കേട്ടോ. EA/RT ഉള്ളൂ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് മാത്സ് അറിയാലോ. അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് c ആണ്. y ഈക്വൽ ടു mx പ്ലസ് c ആണ്. അപ്പോൾ y ആക്സിസിൽ ln k 1/t ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്സ് ആക്സിസിൽ, y ആക്സിസിൽ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് അറിയാൻ പറ്റും. സ്ലോപ്പിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടേ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ln k വേഴ്സസ് 1/t ആണെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് CA/R ഈസ് ഈക്വൽ ടു മൈനസ് CA/Rൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? മൈനസ് CA/Rൻ്റെ വാല്യൂ മൈനസ് 4606 കെൽവിൻ തന്നിട്ടുണ്ട്. കിലോ ഒന്നും അല്ല കേട്ടോ, ഇനി അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എത്രയ്ക്കും മൈനസ് CA/R ഈസ് ഈക്വൽ ടു മൈനസ് CA/R ഈസ് ഈക്വൽ ടു മൈനസ് എത്രയ്ക്കും 4606 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ വാല്യൂ കിട്ടി. റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഒരു ടെമ്പറേച്ചറിൽ തന്നിട്ടുണ്ട്, മറ്റേ ടെമ്പറേച്ചറിൽ കണ്ടുപിടിക്കണം. ബാക്കി എല്ലാ ഡേറ്റയും ഉണ്ട്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ തന്നേക്കുന്ന ഡേറ്റയിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കാനുള്ള ശ്രമം നടത്തി വെക്കാം. അപ്പോൾ നമുക്ക് കുറേ ഡേറ്റ ഉണ്ട്. എന്തൊക്കെയാണ് ഉള്ളത്? K1 തന്നിട്ടുണ്ട്, ഒരു ടെമ്പറേച്ചർ, അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആകെ കിട്ടിയത് ആദ്യം കിട്ടിയ സ്ലോപ്പ് കിട്ടി, EA/R കിട്ടി. പിന്നെ തന്നേക്കണ ലോഗ് ഒരു 400 കെൽവിനിലെ ഇനീഷ്യൽ ടെമ്പറേച്ചറിൽ K1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. നമുക്ക് K2 ആണ് കണ്ടുപിടിക്കേണ്ടത്.
സോൾവ് ചെയ്ത് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഡേറ്റ എല്ലാം എഴുതി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റ ഇക്വേഷൻ ഇതാണ്. വേണ്ട ഡേറ്റകളെല്ലാം നമുക്ക് പറക്കി എഴുതാം. ഇവിടെ കിട്ടിയ ഡേറ്റകളെല്ലാം ഒന്ന് EA/R മൈനസ് EA/R ഈസ് ഈക്വൽ ടു 4606. അപ്പോൾ EA/R ഈസ് ഈക്വൽ ടു ഈസ് 4606 കിട്ടി. അത് നമുക്ക് കിട്ടി. പിന്നെ തന്നേക്കണത് K1 ഈസ് ഈക്വൽ ടു 10⁻⁵, T1 ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇറ്റ് ഈസ് 400 കെൽവിൻ തന്നെ വേണം കേട്ടോ, മാറ്റാൻ പാടില്ല. ഡിഗ്രി സെൽഷ്യസിലൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 500 കെൽവിൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് K2 ആണ് കണ്ടുപിടിക്കേണ്ടത്. K2വിന് ആൻസർ കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാവുന്ന ഇക്വേഷനൊക്കെ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സുഖമായിട്ട് കിട്ടും. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു EA/R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4606 ഡിവൈഡഡ് ബൈ 2.303. EA/Rന് വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/400 മൈനസ് 1/400 മൈനസ് 1/500. സോൾവ് ചെയ്ത ആൻസറാണ് പടപടയുന്നു. ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു K2/K1 ഈസ് ഈക്വൽ ടു 4606 ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു നോക്കാം 500 മൈനസ് 400. അപ്പോൾ 100 ഒരു 0 കൂടി പോയി. 400 ഇൻറ്റു 500 ചെയ്ത പടപട ആൻസറല്ലേ? 0 പോയി. 2.303യുടെ എന്തായിരിക്കാം? ഇറ്റ് ഈസ് 4606 ഡിവൈഡഡ് ബൈ ഈ 2 0 എടുക്കാം. 5 × 4 20. അപ്പോൾ 1 0 കൂടെ കിട്ടും. അപ്പോൾ 3 0. അപ്പോൾ ഇൻറ്റു എത്രയ്ക്കാം? ഇറ്റ് ഈസ് പടപടയെന്ന് ആൻസർ പറഞ്ഞ് ഇറ്റ് ഈസ് 5 × 4 20. 2.303 ഇൻറ്റു 20 0 ഈ 0 ഇങ്ങനെ എടുത്തു. അപ്പോൾ എത്ര കിട്ടി? ഇറ്റ് ഈസ് വാല്യൂ നോക്കി ഇതിങ്ങോട്ട് എടുത്തു. എത്ര കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 2303 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടുക? 4606. അപ്പോൾ എത്ര കിട്ടുക? 1. ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ K2/K1 ഈസ് ഈക്വൽ ടു ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 1. K2/K1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 10. അഥവാ ആൻറ്റിലോഗ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 10⁻1. ആൻറ്റിലോഗ് ഓഫ് എനി നമ്പർ ഈസ് ഈക്വൽ ടു 10⁻ ദാറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇറ്റ് ഈസ് 1 കിട്ടി. അപ്പോൾ 10⁻1. അപ്പോൾ 10 കിട്ടി. K2 ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു 10. K1ൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. K1ൻ്റെ വാല്യൂ എത്ര? 10⁻5 ഇൻറ്റു 10 is equal to 10⁻4 is a final answer. ഇത്രയൊന്നും ചിന്തിക്കാനൊന്നുമില്ല കേട്ടോ. ഈക്വേഷൻ അറിയെങ്കിൽ നേരെ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നേരെ ആൻസറാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ ആൻസറാണ്. ഇത്രയും സമയമോ കഷ്ടപ്പാടോ ഒന്നുമില്ല. നേരെ ആൻസറിലേക്ക് എത്തും. ആൻസർ ഈസ് 10⁻4. സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വീണ്ടും അതേ ടൈപ്പ്. ഇത് നിങ്ങൾ ചെയ്യും. For a reaction 2A plus B gives the values of initial rate at a different reactant concentration given in the table below. അപ്പോൾ അതെങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെയാണ് മാറുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കും. ടക്കടകയെന്ന് കണ്ടുപിടിക്കണം. ദ റേറ്റ് ലോ 2 ക്വസ്റ്റ്യൻ ഇതേപോലത്തെ നമ്മൾ ചെയ്താൽ പടപടയേന്ന് ചെയ്യാവുന്നുള്ളൂ. പടപടയേന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താവുന്നുള്ളൂ. ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് ക്വിക്കായിട്ട് ആൻസറിലേക്ക് എത്താവുന്നുള്ളൂ. നോക്കി ആരെങ്കിലുമൊക്കെ ആൻസർ പറയണ്ടോ നോക്കാം. ആൻസർ പറയണ്ടോ? പടപടയെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഞാനിനി വീണ്ടും കൺഫ്യൂഷൻ അടിപ്പിക്കാനില്ല. ഇത് രണ്ടും ഒരേപോലെ. അപ്പോൾ നമുക്ക് അതുപോലെ റേറ്റ് എഴുതണ്ടേ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A⁻x B⁻y. ആദ്യത്തെ കേസ് കമ്പയർ ചെയ്യാൻ പോണത് 1 and 2. 1, 2, 3 3 കേസ് കമ്പയറിങ് 1 and 2. 1 and 2 കമ്പയർ ചെയ്യാൻ പോവാം. 1 and 2 കമ്പയർ ചെയ്യാം. 1 and 2 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ എമൗണ്ട് 1 ആയിട്ട് തന്നെ വെക്കും. 1⁻y. ഇത് നമ്മൾ മൈൻഡേ ചെയ്യണ്ട.
കാരണം 1 raised to any number is always 1 ആണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇതിൻ്റെ എമൗണ്ട് എത്രയായിട്ട് മാറി? എയുടെ എമൗണ്ട് ഡബിളായിട്ട് മാറി. റേറ്റ് ഇനീഷ്യൽ റേറ്റ് എത്ര ടൈംസ് ആയിട്ട് മാറി? ഡബിളായിട്ട് മാറി. 2 raised to x. അപ്പോൾ x ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 1. സിമ്പിൾ. 1 raised to y, 2 raised to x ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2 raised to 1, x ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ a raised to 1 ആണ് ഉറപ്പായിട്ടും പിടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും അല്ല, ഇതിലേതെങ്കിലും ഒരെണ്ണം ആൻസർ. ഇനി b raised to കണ്ടുപിടിക്കണം. b raised to കണ്ടുപിടിക്കാൻ നമ്മൾ വീണ്ടും ആരൊക്കെ കമ്പയർ ചെയ്യുക? ആരൊക്കെ വേണമെങ്കിലും കമ്പയർ ചെയ്യാം കേട്ടോ. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്താലോ? ഇത് രണ്ടും കമ്പയർ ചെയ്യാം. കാരണം ഒരേപോലെ കിട്ടണ വേറെ കേസ് ഇല്ല. ഇത് രണ്ടും ഒരേപോലെ ആയിരുന്നു, അത് ഈസി ആയിരുന്നു. പക്ഷേ ഇത് രണ്ടോ അതുകൊണ്ട് അല്ല, ഇത് രണ്ടും ഇനി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും വേണം, അല്ലെങ്കിൽ ഇത് രണ്ടും വേണം കമ്പയർ ചെയ്യാൻ. ഇത് രണ്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതല്ലേ എളുപ്പം. ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഞാൻ 2ഉം 3 കമ്പയർ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പയർ ചെയ്തോട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. 2ഉം 3 കമ്പയർ ചെയ്യാൻ പോവാം. ഓരോന്നിനും എങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് നോക്കാം. 2ഉം 3 കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ മാറി എന്നുള്ളത് കണ്ടുപിടിച്ച് നോക്കാം. 2ഉം 3 കമ്പയർ ചെയ്യുമ്പോൾ 2ഉം 3 കമ്പയർ ചെയ്തേ. റേറ്റ് എത്ര ടൈംസ് ആയിട്ട് നോക്കുക? 2ഉം 3 കമ്പയർ ചെയ്യുക. എയുടെ എമൗണ്ട് എത്രയായിട്ട് മാറി? 2 ടൈംസ് ആയിട്ട് മാറി. 2 raised to x. അത് എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ പിന്നെ പേടിക്കാനില്ല. 2 raised to എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 2 raised to 1 ആണ്. ബിയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയിട്ട് മാറി? 2 ടൈംസ് ആയിട്ട് മാറി. 0.5 നിന്ന് 1 ആയിട്ട് മാറി. അപ്പോൾ അത്രയ്ക്ക് 2 raised to y ഈസ് ഈക്വൽ ടു 0.09 0.72. എത്ര ടൈംസ് ആയിട്ട് മാറി? 8 ടൈംസ് ആയിട്ട് മാറി. കണക്കൂട്ടാൻ പറ്റുന്നുണ്ടോ നോക്കിക്കോ. 8 ടൈംസ് ആയിട്ട് മാറി. 2 raised to 1 അപ്പോൾ അത് പോയി. 2 raised to y. 2 raised to y ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ y ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 2. ചിന്തിച്ചോട്ടോ. 2 raised to x എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ 2. 2 raised to y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു 8. അപ്പോൾ 8 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 raised to 8 പ്രപ്പോർഷണൽ ടു 2 ഇൻറ്റു 2 raised to എത്രയായിരിക്കും വരിക? y. ഇത് ക്യാൻസൽ ചെയ്താൽ 4 കിട്ടി. അപ്പോൾ വൈയുടെ വാല്യൂ എത്ര വരിക? ഈസ് ഈക്വൽ ടു, കാരണം 2 raised to 2 ആണ് 4. അപ്പോൾ വൈയുടെ വാല്യൂ എത്ര കിട്ടുക? 2 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കി. എക്ക് പവർ 1, ബിക്ക് പവർ 2, ഓപ്ഷൻ 4. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറേ ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നോക്കി 2019 ക്വസ്റ്റ്യനാണ്, 2019 ക്വസ്റ്റ്യനാണ് ഇങ്ങനെ ചോദിച്ചേക്കണേ. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. കുറേ ഗ്രാഫ് വന്നിട്ടുണ്ട്. അത് എങ്ങനെ എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറയണേ. ദ ഗിവൺ പ്ലോട്ട് റെപ്രസെൻറ്റ് ദ വേരിയേഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ പി വിത്ത് ടൈം ഫോർ 2 ഡിഫറെൻറ്റ് റിയാക്ഷൻ 1 and 2. ദ റെസ്പെക്റ്റീവ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നോക്കാം. ലിസൺ കെയർഫുള്ളി കേട്ട് നോക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹമൊക്കെ കാണും. ലോണൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം. ലോൺ വേഴ്സസ് ടൈമൊക്കെ ഏതാണ് ഫസ്റ്റ് ഓർഡർ ആണെന്ന് വേണമെങ്കിൽ ഊഹിക്കാം. ഇത് ഊഹിക്കാനൊന്നും അത്ര എളുപ്പമല്ല കേട്ടോ. ഇത് ഊഹിക്കാൻ എളുപ്പമല്ല. നമുക്ക് ഓരോന്നിൻ്റെയും ഇക്വേഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രാഫൊക്കെ വരച്ചതെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ പഠിച്ച ലോഗ് R0/R, നേരത്തെ ഇക്വേഷൻ k is equal to 2.303 divided by t log R0/R. ഇതാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റിലും അതായിരിക്കാം k is equal to 2.303 divided by t log R0/R. ഈ 2.303 പോവുകയാണെങ്കിൽ ലോണായിട്ട് മാറിക്കോളും. k is equal to 2.303 വെറുതെ അങ്ങോട്ട് കളഞ്ഞാൽ മതി നീ. അപ്പോൾ എത്ര ഡേറ്റ് ഈസ് ഈക്വൽ ടു 1/t ഇൻറ്റു ലോൺ R0/R. ഇതാണ് സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇതിനെ നമുക്കൊന്ന് ഈ രൂപത്തിലാവോ എന്നൊക്കെ നമുക്ക് നോക്കാം. ശരിയാണോ? ഇത് ഫസ്റ്റ് ഓർഡർ ആണോ? ലോണൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു അസംപ്ഷൻ ആയിരുന്നു അത്. ആ ലോണല്ല കേട്ടോ. അപ്പോൾ LN ലോഗ് ബേസ് C. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എന്തായിരിക്കും കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു ആ KT അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം. KT ഈസ് ഈക്വൽ ടു ln R0/R. ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ KT ഈസ് ഈക്വൽ ടു എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? KT ഈസ് ഈക്വൽ ടു ലോഗ് x/y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് x മൈനസ് ലോഗ് y. ഈ R ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ KT അങ്ങോട്ട് കൊണ്ടുപോയിക്ക്. ln R ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? മൈനസ് KT
പ്ലസ് ln R0 ശരിയല്ലേ നോക്കി. അപ്പോൾ y ഈക്വൽ ടു y ആക്സിസിൽ ln R കുഴപ്പമില്ല. മൈനസ് സ്ലോപ്പാ മൈനസ് കയറ്റിയ mx ഇവിടെ ഉള്ളത് ടൈമാ ശരിയാ ടിയാ മൈനസ് കെ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും മൈനസ് കെയാ. നെഗറ്റീവാ കീപ്പോട്ടാ. മേപ്പോട്ടാണെങ്കിൽ അത് പോസിറ്റീവ് സ്ലോപ്പാ. കീപ്പോട്ടാകുമ്പോൾ അതെന്തായിരിക്കും ഇറ്റ് ഈസ് നെഗറ്റീവ് സ്ലോപ്പാ. പ്ലസ് സി ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും ഇറ്റ് ഈസ് ln R0 വന്നോളും ശരിയാ. ln R0 വന്നോളും. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് ഉറപ്പിച്ചോ ഫസ്റ്റ് ഓർഡറിൻ്റെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ആൻസർ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ ഏതെങ്കിലും പരിചയമുള്ള ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഈസ് എ ഈസ് ഈക്വൽ നമ്മൾ നേരത്തെ സീറോ ഓർഡറിൻ്റെ ഇക്വേഷൻ പഠിച്ചു. നിങ്ങൾ മറന്നുപോയോ? സീറോ ഓർഡറിൻ്റെ ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞോളൂ. അതെ A0 മൈനസ് എ ഈസ് ഈക്വൽ ടു K0T അഥവാ R0 മൈനസ് ആറിൻ്റെ ടൈമിലാകുമ്പോൾ റിയാക്റ്റൻ്റ് എന്ന പേരില്ല. R0 മൈനസ് R ഈസ് ഈക്വൽ ടു K0T. R0 മൈനസ് R ഈസ് ഈക്വൽ ടു R0 മൈനസ് ആറാക്കാം ഇവിടെ ആറിലല്ലേ. R0 മൈനസ് R ഈസ് ഈക്വൽ ടു K0T. എന്ത് കൊണ്ടുപോവുക ഇതെല്ലാം കൂടെ K0T നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് ഈ ആറ് ഇവിടെ വെച്ച് നോക്കാം. ഇറ്റ് ഈസ് ആറ് ഇങ്ങോട്ട് കൊണ്ടുപോകാം അത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ R ഈസ് ഈക്വൽ ടു ആറ് ഇവിടെ വെച്ചു. ഇറ്റ് ഈസ് ആറ് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ R ഈസ് ഈക്വൽ ടു K0T. അപ്പോൾ എന്തായിരിക്കും ഇറ്റ് ഈസ് മൈനസ് K0T പ്ലസ് R0. y ഈക്വൽ ടു mx പ്ലസ് സി വരും നോക്കാം. y ഈക്വൽ ടു mx പ്ലസ് സി. y ആക്സിസിൽ R ശരിയാ. പിന്നെ എന്തായിരിക്കും ഇറ്റ് ഈസ് നെഗറ്റീവ് സ്ലോപ്പ് ശരിയാ. ഇറ്റ് ഈസ് R0 ഇവിടെ വരും. അപ്പോൾ ഈ കെട്ടിക്കണ ഗ്രാഫ് ഏത് ഓർഡറിൻ്റെയാണ്? സീറോ ഓർഡറിൻ്റെയാണ്. ഇത് ഗ്രാഫ് അറിഞ്ഞു വെച്ചാലാ ചെയ്യാൻ പറ്റുക ഒരു കാര്യം. പക്ഷേ ഇങ്ങനെയും നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫ് അങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏത് ഓർഡറിൻ്റെയാണ്? സീറോ ഓർഡറിൻ്റെയാണ്. അപ്പോൾ ആൻസറായി ഏതായിരിക്കും? ഓപ്ഷൻ 3. പിടി കിട്ടണ്ടോ വല്ലതും? അപ്പോൾ നോക്കാം നമുക്ക്. കൈനറ്റിക്സ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് പ്രോബ്ലംസ് ആണ്, ന്യൂമറിക്കലാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടേ മതിയുള്ളൂ. ഞാനിപ്പോൾ ഇരുന്ന് കഷ്ടപ്പെടുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സ്വയം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഞാൻ കഷ്ടപ്പെട്ട് കാണിച്ചു തരാനേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. കുറച്ചധികം കഥ ചിന്തിക്കാനുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്, എനിക്ക് ചിന്തിക്കാനുണ്ട്, എല്ലാവർക്കും ചിന്തിക്കാനുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. അപ്പോൾ നമുക്ക് നോക്കാം. കൺസിഡർ ദ ഗിവൺ പ്ലോട്ട് ഓഫ് എൻതാൽപ്പി ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് റിയാക്ഷനിലേക്കൊന്ന് നന്നായി ആഴത്തിൽ ചെന്ന് നോക്കാം. ആഴത്തിലൊന്ന് ചെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ കഥയിലേക്ക് നമുക്കൊന്ന് കടന്ന് ചെന്ന് നോക്കാം. കടന്ന് ചെന്ന് നോക്കിയിടാം. ഇതൊന്ന് സ്ലൈറ്റ്ലി സൂം ചെയ്യാവേ. ഞാൻ സൂം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം കാണാതിരിക്കും, കുഴപ്പമൊന്നുമില്ല. ദെൻ അപ്പോൾ നമുക്ക് ഈ വെള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പ്ലസ് ബി ഗീസ് സി പ്ലസ് ഡി. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്ത് സിയും ഡി ആയിട്ട് മാറുക. അത് നമുക്ക് ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള റിയാക്ഷൻ ഒന്ന് വരച്ച് നോക്കാം. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് റിയാക്ഷനിലേക്ക് പോണതിനേക്കാൾ നല്ലത് ഒരു റിയാക്റ്റൻ്റ് ഒരു പ്രൊഡക്റ്റായിട്ട് മാറുന്നു. കുറച്ചുകൂടെ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. രണ്ട് തരം പോസിബിലിറ്റി ഉണ്ട്. റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നു. റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി വേണം. റിയാക്ടറിന് ഒരു എനർജി ഉണ്ടാവും. എക്സ്ട്രാ കൊടുക്കുന്ന എനർജിക്ക് വിളിക്കണം പറയുന്ന ആക്ടിവേഷൻ എനർജി. ഇത് ഫോർവേഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി. റിയാക്റ്റൻറ്റും ഈ ടോപ്പ് വരെയുള്ള മൊത്തം എനർജിക്ക് ത്രഷോൾഡ് എനർജി എന്ന് പറയും. അപ്പോൾ ഈ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന എനർജിക്ക് വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഇത് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഇതാണ് പ്രൊഡക്റ്റിൽ നിന്ന് ഇവിടം വരെയുള്ള, ഇവിടെ അല്ല കേട്ടോ കറക്റ്റ്, ഇത് ഇവിടം വരെയുള്ളത്. അതെനിക്ക് വരയ്ക്കാൻ അത്ര എളുപ്പമല്ലാത്ത കാരണം ഇത് ഇവിടെ പ്രൊഡക്റ്റിൽ നിന്ന് ഇവിടം വരെയുള്ളതിനാണ് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുക. ഇതാരുടെയാണ്? ഫോർവേഡ് റിയാക്ഷൻ.
ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ, അതായത് റിയാക്ടൻറ്റും പ്രൊഡക്റ്റും നമ്മളുടെ എനർജി ഗ്യാപ്പിനാണ് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയുക. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ മൈനസ് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഇതാണ് പൊതുവേ ഇതിൽ പറയാനുള്ള ആദ്യത്തെ കാര്യം. ഒരു റിയാക്ടൻറ്റ് പ്രൊഡക്റ്റായിട്ട് മാറുമ്പോൾ അതിന് റിയാക്ടൻറ്റിൽ നിന്ന് നമ്മൾ എക്സസ് എത്ര കൊടുത്താൽ പ്രൊഡക്റ്റായിട്ട് മാറും, അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് എത്ര റിയാക്ഷൻ കൊടുക്കണം. ഇപ്പോൾ ഒരു കുന്ന് കയറി പോകണമെങ്കിൽ നമ്മൾ എന്തോരം, നമ്മുടെ കുറച്ച് എനർജി ഉണ്ടാവും, എന്തുമാത്രം എക്സ്ട്രാ കയ്യിൽ കരുതിയാൽ അത് കടന്നു പോകാൻ പറ്റും. അതിനാണ് ആക്ടിവേഷൻ എനർജി, എക്സ്ട്രാ എനർജി പ്രൊവൈഡഡ്. ഇനി പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്ടനായിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ എനർജി ഗ്യാപ്പാണ് റിയാക്ടനും പ്രൊഡക്റ്റിനും നമ്മൾ എനർജി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി. Delta H, enthalpy of the reaction. Enthalpy of reaction is equal to activation energy of forward reaction minus activation energy of backward reaction always. അതൊന്നും പേടിക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക്, ഇതാണ് നമ്മൾ പൊതുവേ നമുക്ക് റിയാക്ഷൻ പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എനർജി വേഴ്സസ് റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏകദേശം ഒരു പിക്ചർ. ഇനി നമുക്കിതിൻ്റെ ഡെപ്തിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് എയും ബിയും ഉണ്ട്. എയും ബിയും ഇത്രയും എനർജി കൊടുത്തപ്പോഴാണ് എന്തായിട്ട് മാറിയത്, സി ആയിട്ട് മാറിയത്. ഇത്രയും എനർജി കൊടുത്തപ്പോഴാണ് ആരായിട്ട് മാറിയത്, ഇതാണ് എയും ബിയിൽ നിന്നും സി ആയിട്ട് മാറാൻ വേണ്ട അവസ്ഥ. ഇത് എയും ബിയിൽ നിന്നും എന്തായിട്ട് മാറാൻ വേണ്ടത്, ഡി ആയിട്ട് മാറാൻ വേണ്ട അവസ്ഥ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എക്കും ബിക്കും കൂടെ ഉള്ള എനർജി ഇത്രയാണ്, സി ആയിട്ട് മാറാൻ വേണ്ട കൊടുക്കേണ്ട എനർജി ഇത്രയാണ്, ഡി ആയിട്ട് മാറാൻ വേണ്ടി കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇവിടെയാണ്, ഇതാണ് ഈ സി ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി, ഇതാണ് ഇതിൻ്റെ എൻതാൽപ്പി. ഇങ്ങനെയുള്ള കഥകളൊക്കെ അറിഞ്ഞാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആക്ടിവേഷൻ എൻതാൽപ്പി ടു ഫോം സി ഈസ് 5 kJ/mol. അത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. സി ആയിട്ട് മാറാൻ വേണ്ടി കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് ഇത്രയാണ്. എത്രയാണ്, 5 യൂണിറ്റ്. 5 എത്ര വരെ പോകണം, 20 വരെ പോകണം, 15 യൂണിറ്റാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇൻകറക്റ്റാണ്. അതാണ് നമ്മുടെ ആൻസറിലേക്ക് വരിക. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ബാക്കിയൊക്കെ ശരിയാണോ ഇല്ലയോ നോക്കിയേക്കാം. ഡി ഈസ് കൈനറ്റിക്കലി സ്റ്റേബിൾ പ്രൊഡക്റ്റ്. ഡി ആണ് കൈനറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. കാരണം നോക്കിയേ, ഇതിന് എന്തുമാത്രം ആക്ടിവേഷൻ എനർജി കൊടുത്താൽ മതി, എയും ബിക്കും എത്ര എനർജി കൊടുത്താൽ മതി, ഇപ്പം നിലവിലുള്ള 5 15, 10 യൂണിറ്റ് എനർജി കൊടുത്താൽ മതി. അപ്പോൾ അത് വളരെ കുറച്ച്, ഇവിടെ എത്ര വേണം, 15 വേണം. അപ്പോൾ അതുകൊണ്ട് ഡി ഈസ് കൈനറ്റിക്കലി സ്റ്റേബിൾ പ്രൊഡക്റ്റ്. യെസ്, കറക്റ്റ്. ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി ഫ്രം സി ഹാസ് എ ഹയസ്റ്റ് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ. സിന്ന് എ ആൻഡ് ബി ആയിട്ട് മാറാൻ എന്തുമാത്രം എനർജി വേണം, 20 ജൂൾ വേണം. സോ ഈ തന്നേക്കണേൽ ഈ പറഞ്ഞ ഹയസ്റ്റ് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ അതിന് തന്നെയാണ് ശരിയാ. സി ഈസ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ പ്രൊഡക്റ്റ്. ഏറ്റവും ലീസ്റ്റ് എനർജി ഉള്ളത്, ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്, എനർജി വൈസ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളതാണ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ പ്രൊഡക്റ്റ്. അത് സി ആണ്. ഡി അത്രയും സ്റ്റേബിൾ അല്ല, ഡിയേക്കാൾ 10 യൂണിറ്റ് എനർജി കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ശരിയാ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ. ഏതാണ്, ഇറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത്ര സുഖമല്ല കേട്ടോ, നിങ്ങൾ ആലോചിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. അല്ലാതെ പറ്റിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കണ ക്വസ്റ്റ്യൻ അല്ല. നന്നായി തിയറി അറിയണം. എന്താണെന്നൊക്കെ ഏകദേശം ഒരു രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മാത്രമൊന്നും പോരാ, നിങ്ങൾ കാര്യമായി അധ്വാനിക്കണം, അപ്പോഴേ ആൻസറിലേക്ക് എത്തുള്ളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ റിയാക്ഷൻ H2+I2, നിങ്ങൾ ചെയ്യുന്ന പ്രതീക്ഷ മാത്രം ആവരുത്. നിങ്ങളെ കൊണ്ട് പറ്റും. യു ക്യാൻ. അപ്പോൾ ഫോർ ദ റിയാക്ഷൻ H2+I2, for the reaction H2 with I2, the rate constant is 2.5 into 10⁻⁴ dm cube mole raised to -1 second raised to -1 at 298 degrees Celsius, and 1 dm cube mole raised to -1 second raised to -1 at 257 degrees Celsius. Activation energy for the reaction. നമുക്ക് നോക്കാം. ആക്ടിവേഷൻ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഉറപ്പായും നമുക്ക് വേണ്ട ഇക്വേഷൻ നമ്മൾ പല കുറി പറഞ്ഞതാണ്, പറഞ്ഞ് ഞാൻ മടുത്തതാണ്. log K2/K1 is equal to EA divided by 2.303 or T2 minus T1 divided by T1 T2. സോൾവ് ചെയ്യണു, ഉത്തരം കണ്ടുപിടിക്കണം. എല്ലാ ഡേറ്റയും ഉണ്ട് അല്ലേ, റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് log K2. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് നമുക്ക് ആദ്യത്തെ ഇതാണ് K1,
ഇതാണ് T1. ഇത് സൂക്ഷിച്ചോട്ടോ, ഇത് ഡിഗ്രി സെൽഷ്യസ് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 273 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 600 കെൽവിനാണ്. ഇതാണ് K2. ഇതാണ് T2. ഒരു 273 കൂടെ ആഡ് ചെയ്യണം. 800 കെൽവിൻ. T1 T2 അല്ലായി. പിന്നെ എന്നാ കഷ്ടപ്പാട്? K1 ഉണ്ട്, K2 ഉണ്ട്, R ഉണ്ട്. R പണ്ടേ അറിയാലോ. ഇതിലാ ഇറ്റ് ഈസ് റിയാക്ഷൻ കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ R ഈസ് ഈക്വൽ ടു എത്രയാണ്? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. സോൾവ് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് പറ്റില്ല. ലോഗ് K2 ബൈ K1. ലോഗ് K2 ബൈ K1. K2ൻ്റെ വാല്യൂ എത്രയാണ്? 1 ബൈ K1. 2.5 ഇൻറ്റു 10⁻⁻4 is equal to EA divided by 2.303 into 8.314. ആരെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ ഈ 2.303 ആറിൻ്റെ വാല്യൂ ഓർമ്മയുണ്ടോ നോക്കി. 1 by T1 minus 1 by T2 അഥവാ T2 minus T1 divided by T1 T2. T2 minus T1 എത്രയാണ്? 800 മൈനസ് 600 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 600. സോൾവ് ചെയ്ത ആൻസറായി. സോൾവ് ചെയ്യണം കേട്ടോ. ലോഗ് K2 ബൈ K1. ലോഗ് K2 ബൈ K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10⁻⁻4 മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ 10,000 ആവും. ഡിവൈഡ് ബൈ 2.5. ലോഗ് 10,000 ഡിവൈഡ് ബൈ 2.5 അഥവാ ഇത് ക്യാൻസൽ ചെയ്തതിനാൽ 4 അല്ലേ? 4. അപ്പോൾ 4000. അത് ഞാൻ എളുപ്പത്തിൽ എഴുതി വെച്ചേക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കണം. നടക്കുമോ? ഇത് മാത്രം കേട്ടോ 4. ബാക്കി 3 0 അങ്ങനെ തന്നെ. അപ്പോൾ അതവിടെ എഴുതി. അതിന് ബാക്കി നമുക്ക് സോൾവ് ചെയ്യാം. EA ഡിവൈഡഡ് ബൈ 19.14. 20 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് 19.14 കറക്റ്റ് ഇടണം. 200 ഡിവൈഡ് ബൈ 800 ഇൻറ്റു 600. പാടെ ആൻസർ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത്ര പേർക്ക് ആൻസർ ആയിട്ടുണ്ടാവും. ഇത് ക്യാൻസൽ ചെയ്തതിനാൽ ഏകദേശം 4. അപ്പോൾ നേരെ ആൻസറായില്ലേ? ആയേ മതിയാവുള്ളൂ. ലോഗ് 4000 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 10⁻³ is equal to EA divided by 19.14 ഇൻറ്റു 6 4 24 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായില്ലേ നോക്കി. ഇനി ലോഗ് 10 അത് കണ്ടുപിടിക്കണം. ലോഗ് 4 ഇൻറ്റു 10⁻⁻3 ലോഗ് എക്സ് ഇൻറ്റു വൈ എന്നാൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ. ലോഗ് 4 പ്ലസ് ലോഗ് 10⁻³ മൈനസ് അല്ല കേട്ടോ, പ്ലസ് ആണ്. ലോഗ് 10⁻. ലോഗ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6020. ഇത് 3. ലോഗ് 10⁻³ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 3.6. അപ്പോൾ EA is equal to ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 3.6 ഇൻറ്റു 19.14. അത് ഏകദേശം 20. 2400. സിമ്പിളല്ലേ? നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഇത് ഏകദേശം 20 ഇൻറ്റു 3.6. 20ൻ്റെ 0 ഈ 2 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കിലോ ജൂള്. അപ്പോൾ ഏകദേശം 2. 24 ഇൻറ്റു 2 48. 48 ഇൻറ്റു 3.6. 48 എന്ന് പറഞ്ഞാൽ ഏകദേശം 50. 50 ഇൻറ്റു 3.6. 3.6 ഇൻറ്റു ഏകദേശം 50. അപ്പോൾ 36 ഇൻറ്റു 5. അപ്പോൾ എത്ര? 630 വിളിച്ചിട്ട് 3 180യുടെ അടുത്ത്. അതിൻ്റെ അടുത്ത് ഒരൊറ്റ ആൻസറുള്ളൂ. ഇറ്റ് ഈസ് 165. അപ്രോക്സിമേറ്റ് ചെയ്താൽ പോലെ ആൻസറാണ്. കറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത്രയും കിട്ടുക 165. അത്രയും ജൂളിൽ നിന്നാണ് കിട്ടുക കേട്ടോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 165 കിലോ ജൂൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2.303 ആറൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് പോകണത്. അപ്പോൾ നമുക്ക് വേഗം ആൻസർ കിട്ടും. 165. അടുത്ത ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. എന്നതാ പറയണേന്ന് തന്നെ മനസ്സിലാവുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഉത്തരത്തിലേക്ക് എത്തും. പിന്നെ
following reaction, x moles of A gives y moles of B. Log d by dt of A is equal to log d by dt of B. d by dt of ഇവിടെ പ്ലസ് ആണ്. d by dt of log d by dt plus 0.3010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ലോഗ് നടുക്ക് പ്ലസ് ആണ്, സിമ്പിൾ ശ്രദ്ധിച്ചോളണം, പ്ലസ്സാ. ലോഗ് d by dt of A is equal to log d by dt of B plus 0.3010 എന്ന് പറഞ്ഞാൽ ലോഗ് 2 ആ. log x plus log y എന്ന് പറഞ്ഞാൽ log x plus y ആ. log d by dt of A is equal to log d by dt of B plus log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log x plus log y എന്ന് പറഞ്ഞാൽ log x into y ആ. log 2 into d by dt of B ആ. d by dt of B ആ. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. രണ്ട് സൈഡിൽ ആൻറ്റിലോഗ് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു മൈനസ് മിസ്സായിട്ടുണ്ട്. ഇറ്റ് ഈസ് മൈനസ്, ക്വസ്റ്റ്യനിൽ മൈനസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും ആൻറ്റിലോഗ് എടുക്കുക. ആൻറ്റിലോഗ് എടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? മൈനസ് d by dt of A is equal to 2 into d by dt of എന്തായിരിക്കാം B. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താ കിട്ടുക? ഇറ്റ് ഈസ് 1/2 into d by dt of A is equal to d by dt of B എന്ന് പറഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ പിടികിട്ടി. എന്തായിരിക്കും കിട്ടണം? ഇറ്റ് ഈസ് 1/2 മൈനസ് 1/2 മൈനസ് ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ അകത്ത് മൈനസ് മിസ്സായി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തും. d by dt of A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 2A ഗീസ് എന്തായിരിക്കാം B. ഇതിൻ്റെ ചെയ്താലല്ലേ ഇങ്ങനെ കിട്ടുക നോക്കി. 2A ഗീസ് B എന്ന് പറയുമ്പോൾ 1/2 into d by dt of A is equal to plus d by dt of B എന്നാണ് കിട്ടുക. ഈ ഇക്വേഷനെ ഇങ്ങനെയാക്കി മാറ്റിയേക്കണം. അപ്പോൾ ഈ ഫോമാറ്റിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നോക്കാം. C2H4 ഗീസ് C4H8. 2C2H4 ഗീസ് C4H8. ശരിയാ, അതാ ഫോമാറ്റാ. 2A ഗിവിങ് B എന്ന് പറയുന്ന ഫോമാറ്റാ. N2O4 ഗീസ് NO2, അതായത് N2O4 ഗീസ് 2NO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫോർമാറ്റാ. എന്താ കിട്ടുക? A ഗീസ് 2B എന്ന് പറയുന്ന ഫോർമാറ്റാ. അതല്ല നമുക്ക് വേണ്ടത്. ഇത് നോക്കി, N ബ്യൂട്ടേൻ ഗീസ് ഐസോബ്യൂട്ടേൻ A ഗീസ് B എന്ന് പറയുന്ന ഫോർമാറ്റാ. ഇത് നോക്കി, 3C2H2 ഗീസ് C6H6. when acetylene passed through red hot iron tube, benzene is obtained. അപ്പോൾ 3A ഗീസ് B എന്ന് പറയുന്ന ഫോമാറ്റാ. അപ്പോൾ നമുക്ക് വേണ്ട ഫോർമാറ്റ് അതായിരിക്കാം 2A ഗീസ് B എന്ന് പറഞ്ഞ ഫോമാറ്റാ. അത് ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും ആൻസർ നമുക്ക് കിട്ടി. 13ൻ്റെ ആൻസറും കിട്ടി. 14. നല്ല ക്വസ്റ്റ്യനാണ്. വീണ്ടും അതേ കാറ്റഗറിയിൽപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ലിസൺ കെയർഫുള്ളി, കേട്ടിരിക്കുക. നമുക്ക് നോക്കി, ഞാൻ ഈ സൈഡിലേക്ക് വെച്ചാൽ ഈ സൈഡിൽ എഴുതാൻ വേണ്ടിയിട്ടോ, വേറൊന്നും വേണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കി, the result given in the below table were obtained by kinetic studies of the following reaction. 2A plus B gives എന്തായിരിക്കാം C plus D. നമുക്ക് ഓരോന്നും കമ്പയർ ചെയ്യാം. കുറച്ച് നേരമായി നമ്മൾ ഈ കമ്പയറിസൺ നടത്തിക്കൊണ്ടിരിക്കുന്നു. കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തി നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു K into A raised to X B raised to Y. ഇതിൻ്റെ അകത്ത് രണ്ട് ടേമാട്ടോ കണ്ടുപിടിക്കണേ. എക്സും വൈയും രണ്ട് ടേമാണ് കണ്ടുപിടിക്കണ്ടേ. എക്സും വൈയും രണ്ട് ടേമും കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താം. അതിനാദ്യം നമുക്ക് 1ഉം 2ഉം കമ്പയർ ചെയ്യാം. എയുടെ എമൗണ്ട് മാറിയില്ല, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. 1/2 ആണ് വരിക. ബിയുടെ എമൗണ്ട് എത്രയായിട്ട് മാറി? 2 times ആയിട്ട് മാറി. 2 raised to Y. റേറ്റ് എത്ര ടൈംസ് ആയിട്ട് മാറി നോക്കി? 6 ഇത് ആക്ച്വലി 0.6 into 10⁻⁻². കാരണം ഇതെല്ലാം 10⁻⁻²
ആണേ ബാക്കിയെല്ലാം ഇത് 10⁻⁻1 ആണ്. അപ്പോൾ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഇത് നമുക്ക് വേണമെങ്കിൽ 28.8 ഇൻറ്റു 10⁻², എല്ലാം 10⁻² ആക്കി മാറ്റാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ പറ്റിക്കൽ ഉണ്ടാവും കേട്ടോ, അത് ട്രാപ്പിൽ വീഴരുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദെൻ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ശ്രമം നടത്താം. 0.6 ആയിരുന്നു, എത്രയായിട്ട് മാറി? 2.4 ആയിട്ട് മാറി. അപ്പോൾ എത്ര ടൈംസ് ആയിട്ടാണ് മാറിയത്? 4 ടൈംസ് ആയിട്ടാണ് മാറിയത്. 4 ടൈംസ് ആയിട്ടാണ് മാറിയത്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. എത്രയും കിട്ടണേ? വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. 2y ഈസ് ഈക്വൽ ടു 4. 2 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുക എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓക്കെ. ബിയുടെ എമൗണ്ട് കാര്യമായി മാറിയില്ല. എയുടെ എമൗണ്ട് എത്ര ടൈംസ് ആയിട്ട് മാറി? 2 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ 2x എത്രയായിട്ടായിരിക്കും മാറിയ റിയാക്ഷൻ? 0.6 ഉണ്ടായിരുന്നത് എത്രയായിട്ട് മാറി? 1.2 ആയിട്ട് മാറി. 2 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ റേറ്റ് ഇക്വേഷൻ പട്ടക്കെന്ന് കിട്ടി. ആദ്യത്തെയൊക്കെ ചെയ്യണ പോലെയൊന്നുമല്ല, ഇത് നമുക്ക് പട്ടക്കെന്ന് കിട്ടി. റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു a⁻1 b⁻2 എന്ന് കിട്ടി. റേറ്റ് ഇക്വേഷൻ എന്താ പെട്ടെന്നാണ് കിട്ടിയെന്ന് നോക്കി. നമ്മൾ ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യത്തെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഇതിങ്ങനെ ഗ്രാജുവലി പതിയെ കിട്ടിക്കൊണ്ടിരിക്കും. പടപടയെന്ന് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താ കിട്ടണേ? ആദ്യത്തെ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കെ ഒന്ന് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ചിട്ടും ചെയ്താൽ കിട്ടും. അപ്പോൾ കെ കണ്ടുപിടിക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു, റേറ്റ് എത്രയാണ്? 6 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു k ഇൻറ്റു എത്രയ്ക്കാം? 0.1 ഇൻറ്റു 0.1 സ്ക്വയർ. അപ്പോൾ എത്ര വരെ? k ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഇൻറ്റു റേറ്റ് എത്രയാണ്? 7.2 ഇൻറ്റു 10⁻² ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനാൽ പട്ടപടയുന്ന ആൻസർ കിട്ടും. അത് കിട്ടും ഈസ് ഈക്വൽ ടു റേറ്റ് 7.2 ഇൻറ്റു 10⁻². കെയുടെ വാല്യൂ നമുക്ക് എത്രയാ? 6 എന്ന് കിട്ടിയിട്ടുണ്ട്. 6 ഇൻറ്റു എത്രയായിട്ട്? എയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാ ഇൻറ്റു ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ആണ്. 0.2 ആണ്. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിട്ട്? ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 7.2 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 0.2. അപ്പോൾ എത്രയായിട്ട്? ഈസ് ഈക്വൽ ടു, നമുക്ക് സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. എത്ര കിട്ടുക? ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്താൽ മതി. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഈസ് ഈക്വൽ ടു 7.2 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 1.2. 0.2 സ്ക്വയർ മിസ്സായിട്ടുണ്ട്. 0.2 സ്ക്വയറാണ്. 0.2 സ്ക്വയർ 7.2 ഇൻറ്റു 10⁻² ഈസ് ഈക്വൽ ടു 7.2 ഇൻറ്റു 10⁻² ഇൻറ്റു ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് ഇൻറ്റു 0.2 സ്ക്വയർ. 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു 0.2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 7.2 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 0.2 ഇൻറ്റു 0.2. 0.2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഈസ് ഈക്വൽ ടു 0.3 എന്ന് കിട്ടും. 0.3 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6 2 12 1.2. 1.2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 0.2 ചെയ്യുക. 0.2 ചെയ്ത് ക്യാൻസൽ ചെയ്യുക. 0.1 6 ഇൻറ്റു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതേപോലെ അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.3 ആണ് ആദ്യത്തിന് കിട്ടിയത്. വൈയുടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര കിട്ടുക 2.88 ഇൻറ്റു 10⁻1 ഈസ് ഈക്വൽ ടു റേറ്റ് 2.88 ഇൻറ്റു 10⁻1. കെയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 6 ഇൻറ്റു എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.3 എന്നിട്ടുണ്ട്. വൈ സ്ക്വയർ. അപ്പോൾ നമ്മൾ വൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 0.4 എന്നാണ് കിട്ടുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സിമ്പിളായിട്ട് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 6 × 3 6 3 18 1.8 നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 0.4 എന്ന് കിട്ടും. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തെറ്റിപ്പോയത് നമുക്ക് എത്ര കിട്ടുക? 0.4 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 എന്ന് കിട്ടും. കുറേയധികം ചെയ്യാനുണ്ട്. ചെയ്ത് ഫെമിലിയർ ആണെങ്കിൽ പടപടേന്ന് ചെയ്തു പോകാൻ പറ്റും. ആലോചിച്ച് ചെയ്യുക, സൂക്ഷിക്കുക.
അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റിനാ 2020 ക്വസ്റ്റിനാ, ഒത്തിരി പഴയതല്ലാത്ത റീസെൻറ്റ് പാസ്റ്റിലെ ക്വസ്റ്റിനാ. 2020 ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ഫോർ ദ റിയാക്ഷൻ 2A + B ഗീസ് പ്ലസ് 3/2 C ഗീസ് എത്രയ്ക്കും 3P. ഇതാണ് റിയാക്ഷൻ. റേറ്റ് നമുക്ക് എഴുതി നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു 1/-1/2 ഇൻറ്റു d/dt ഓഫ്, ഇവിടെ നമ്പർ ഓഫ് മോൾസിൻ്റെ ടൈമിലാണ് തന്നേക്കണേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഈസ് ഈക്വൽ ടു -1/3 ഇൻറ്റു d/dt ഓഫ് എന്തായിരിക്കാം നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഈസ് ഈക്വൽ ടു -1/3/2 ഇൻറ്റു d/dt ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് C is equal to plus 1/3 into d/dt ഓഫ് എന്തായിരിക്കാം നമ്പർ ഓഫ് മോൾസ് ഓഫ് P. എമൗണ്ട് ആയിരുന്നാൽ മതി, മാസമായിട്ടിരുന്നാൽ മതി. നമ്പർ ഓഫ് മോൾസ് കുഴപ്പമൊന്നുമില്ല. നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം എല്ലാവരുടെയും കോമണാണ്. അപ്പോൾ അത് ക്യാൻസലായി പോയിക്കോളും, കുഴപ്പമില്ല, പേടിക്കണ്ട. അപ്പോൾ നമുക്ക് വേണ്ടത് പിയുടെ ടൈം വേണ്ട, ബാക്കിയുള്ളവരെ മൂന്നിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കെല്ലാം തന്നേക്കണത് എന്തായിരിക്കും, ഈ മൈനസ് എല്ലായിടത്തും ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. മൈനസ് എങ്ങും വേണ്ട. ബാക്കിയുള്ളത് d/dt ഓഫ് n ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 1/2 ഇൻറ്റു d/dt ഓഫ് NA is equal to d/dt of 1/3 into d/dt of NB is equal to, ഇത് തിരിച്ച് വരും, ഇറ്റ് ഈസ് 2/3 ഇൻറ്റു d/dt ഓഫ് എന്തായിരിക്കാം NC. 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. d/dt ഓഫ് എന്തായിരിക്കാം NA is equal to 2/3 ഇൻറ്റു d/dt ഓഫ് എന്തായിരിക്കാം NB is equal to 4/3 ഇൻറ്റു d/dt ഓഫ് എന്തായിരിക്കാം NC. ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 3. അപ്പോൾ അതും ആയി. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഇൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ശരി, അടുത്ത ക്വസ്റ്റ്യൻ കൂടി, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, 2021 ക്വസ്റ്റ്യനാ. ദ റിയാക്ഷൻ ഓർഡർ N, ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് ചോദിച്ചാൽ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ പെർ ടൈം, അല്ലെങ്കിൽ മൊളാരിറ്റി സെക്കൻഡ് ഈസ്റ്റ് -1. സെക്കൻഡ് പകരം മിനിറ്റ് ആയാലും അവർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇയർ ആയാലും എന്തായാലും കുഴപ്പമൊന്നുമില്ല, ടൈമിൻ്റെ യൂണിറ്റ്. ഇനി പക്ഷേ റേറ്റ് കോൺസ്റ്റൻറ്റ് ചോദിക്കുകയാണെങ്കിൽ, റേറ്റ് കോൺസ്റ്റൻറ്റ് ചോദിക്കുകയാണെങ്കിൽ K is equal to റേറ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ റേസ് ടു N. അപ്പോൾ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മോൾ പെർ ലിറ്റർ ദ ഹോൾ റേസ് ടു N. ഇത് 1. അപ്പോൾ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ദ ഹോൾ റേസ് ടു 1 - n സെക്കൻഡ് റേസ് ടു -1. ഇതാണ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. ചോദിക്കണ നോക്കിയിട്ട് വേണം. ഇവിടെ റേറ്റ് കോൺസ്റ്റൻറ്റാണ് ചോദിച്ചേക്കണേ, മോൾ പെർ. അപ്പോൾ കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് K is equal to എന്നിരിക്കാം മോൾ പെർ ലിറ്റർ ദ ഹോൾ റേസ് ടു 1 - n സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ എഴുതുകയാണെങ്കിൽ മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു 1 - n ഇൻറ്റു -1. അപ്പോൾ എന്തായിരിക്കാം n-1 സെക്കൻഡ് റേസ് ടു -1. ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടോ നോക്കുക. മോൾ റേസ് ടു 1 - n, എല്ലായിടത്തും മോൾ റേസ് ടു 1 - n, അതിന് കുഴപ്പമില്ല. ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. അങ്ങനെ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയത്. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് മേടിക്കുക. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ.